ത്തിലും അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റുന്നു. എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, കർത്താവിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. നമ്മുടെ സകല വിഷയത്തിൻ്റെ മേൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെയും കർത്താവ് നമുക്ക് അത്ഭുതകരമാക്കി മാറ്റുന്നല്ലോ. നമുക്കിന്നും പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഇന്നലെ കേട്ട വചനങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വചനം എത്ര പേര് ഭക്ഷിച്ചു? എത്ര പേര് ഇന്ന് വചനത്തെ ഭക്ഷിച്ചു? ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കാം. വചനം ഭക്ഷിക്കണം. അതിൻ്റെ റിസൾട്ടുകളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുവാൻ ഇടയായിത്തീരും. ചുരുക്കം വാക്കുകളിൽ ആർക്കെങ്കിലും തുടക്കത്തിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടപെട്ടൊരു സാക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നീട്ടി പറയരുത്. സാക്ഷ്യങ്ങൾ എപ്പോഴും ചുരുക്കിയേ പറയുള്ളൂ. ആരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ വേഗത്തിൽ 1-2 സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പറയാം. ചിലപ്പോൾ അവസാനമാകുമ്പോൾ ചിലപ്പോൾ സമയം കിട്ടില്ലെന്ന് വരത്തില്ല. ഉണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കി പറയണേ. ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. അമേൻ. സരസാൻറ്റി പറയുന്നത് അതൊരു ചെറിയ സാക്ഷ്യമായിട്ട് നമുക്ക് തോന്നിയാലും അത് ചെറുതല്ല. കാരണം ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഈ അത്ഭുതം എന്ന് കേൾക്കുമ്പം ചില ആൾക്കാർക്കത് വലിയ താല്പര്യമില്ല. അത്ഭുതം എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നാച്ചുറൽ അല്ലാത്ത ഏതും അത്ഭുതമാണ് എന്ന് പറഞ്ഞതുപോലെ സരസാൻറ്റിക്ക് അത്രയും വലിയ തുക താങ്ങാൻ പറ്റുന്നതല്ല. പക്ഷേ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു മീറ്ററെ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരിക്കലും അത് താഴത്തില്ല. നമ്മൾക്കറിയാം എല്ലാ മാസവും വരുന്ന പോലെ വരത്തുള്ളൂ. പക്ഷേ ഒരു വിശ്വാസം, കർത്താവ് അത് ശരിയാക്കും എന്നൊരു വിശ്വാസം. പറഞ്ഞതുപോലെ വാഷിംഗ് മെഷീൻ ശരിയാക്കണമെങ്കിൽ അത് ഇലക്ട്രോണിക് ഉപകരണമാണ്. അതിന് വിശ്വാസം പറഞ്ഞാലോ, അതിന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ടി വിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ആൻറ്റിയുടെ സാക്ഷി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇലക്ട്രോണിക് ഉപകരണത്തിന് ചെവിയോ കേൾവിയോ ഒന്നുമില്ല. പക്ഷേ നമുക്ക് വിശ്വാസത്തെ പകരുവാൻ ഏത് വഴി ഉപയോഗിക്കാം. കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന്. അത് കർത്താവ് ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. അത് കർത്താവ് അടുത്തൊരു ജനറേഷനെ പറ്റി പറഞ്ഞതെങ്കിലും നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റും. കർത്താവ് പറഞ്ഞാൽ ഏത് കല്ലും എന്ത് ചെയ്യും? വിളിച്ചു പറയും. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ അതൊരു സാക്ഷ്യം തന്നെയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. ഏതിൻ്റെ മേലും കൈവച്ച് പ്രാർത്ഥിക്കുക. അതിൻ്റെ മേൽ ചലനം ഉണ്ടാവും, സാക്ഷ്യം ഉണ്ടാവും. മറ്റാരെങ്കിലും ഉണ്ടോ ചുരുക്കം വാക്കുകളിലൊരു സാക്ഷ്യം പറയാൻ? പറഞ്ഞു.
ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ഭയം എന്ന് പറഞ്ഞാൽ അതിൽ എട്ടുകാലിയുടെ മാത്രമല്ല, ഭയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒത്തിരി തളർത്തുന്ന ഒരു സംഭവമാണ്. ആ വചനം പറഞ്ഞപ്പോൾ ഒരു ധൈര്യം ഉണ്ടായെങ്കിൽ ആ ഭയം മാനുഷികമായിട്ടുള്ള ഭയമല്ല, നമ്മളെ പലതിലേക്കും പുറകോട്ട് വിളിക്കാൻ തോന്നുന്നതാണ്. പക്ഷെ എന്നാൽ ആ വചനം പറഞ്ഞപ്പോൾ ആ ഭയം മാറിയെങ്കിൽ വചനത്താൽ നമുക്ക് ധൈര്യവും ഉണ്ടാകും. ആമേൻ. കർത്താവിന് നന്ദി. മറ്റാരെങ്കിലും ഉണ്ടോ വേഗത്തിൽ പറയുവാൻ? പെട്ടെന്ന് പറഞ്ഞോണേ. 1-2 പേരെ മാത്രമേ ഏകത്തുള്ളൂ. ഞാൻ വേഗത്തിൽ വചനം എടുത്തിട്ട് പറഞ്ഞു. ആമേൻ. ഇത് വലിയ സാക്ഷ്യം തന്നെയാണ്. കർത്താവിൻ്റെ കുറവിൽ 1 വർഷമായിട്ട് സിസ്റ്റർ ആഹാരം കഴിക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു അല്ലേ? ഓ സ്വോത്രം. എനിക്ക് എന്തോന്നറിയില്ല, പക്ഷെ ഞാൻ കുറച്ച് ദിവസമായി ഒരാഴ്ചയായിട്ടുണ്ടായിരിക്കും ഏകദേശം പഴയ മെസ്സേജുകൾ കേൾക്കാൻ തുടങ്ങി. കർത്താവിന്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു വചനങ്ങൾ കിട്ടുന്ന ഒരു നല്ലൊരു കൂട്ടായ്മ എനിക്ക് കാണിച്ചു തരണേ കർത്താവെ എന്ന് പ്രാർത്ഥിച്ചപ്പോ എനിക്ക് പാസ്റ്ററുടെ മെസ്സേജുകൾ കേൾക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പൊ കുറച്ച് മുന്നേ വരെ ആ ദൂതന്മാരുടെ ഒരു ക്ലാസ്സിലെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, അത് ഞാൻ കേട്ടുകൊണ്ടിരുന്ന വചനങ്ങളൊക്കെ നമ്മുടെ അവകാശമാണ്, നമ്മുടെ രോഗം നമ്മൾ യാചിക്കാൻ പാടില്ല, നമ്മളെന്താ പറയാ അവകാശത്തോടു കൂടി ചോദിക്കുന്ന സൗഖ്യം, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പാസ്റ്റർ പറയുന്ന അതുപോലെ അനുസരിക്കാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് ഫുഡ് നന്നായി കഴിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എല്ലാവരുടെ മുന്നിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും. പെട്ടെന്ന് ചുമ വരും. ഇപ്പൊ എന്റെ അവസ്ഥ കണ്ടിട്ട് എന്റെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 6 മാസം മുന്നേ നാട്ടിൽ ബ്ലീഡിംഗ് നിന്നായിരുന്നു സിസ്റ്റർ ബ്ലീഡിംഗ് നിന്നു. ബ്ലീഡിങ് നിന്നു. എനിക്ക് 1 മാസമൊക്കെ ആയിരുന്നു ബ്ലീഡിങ്. വളരെയധികം. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ, അത് വലിയ സാക്ഷ്യം തന്നെയാണ് സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നത്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഫുഡ് നന്നായി കഴിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരു ഫാസ്റ്റിംഗ് പോലെ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്തെന്ന് കഴിഞ്ഞാൽ കർത്താവേ, എനിക്ക് ഫാസ്റ്റിംഗ് പോലും എടുക്കാൻ പറ്റാത്ത, അതുപോലെ വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. ഇറക്കാൻ പറ്റാത്ത. പക്ഷെ ഒരാഴ്ചയോളായി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാൻ എന്റെ ചെറിയധികം നമ്മുടെ നല്ല സമയം. കുഴപ്പമില്ല സിസ്റ്റർ, തീർച്ചയായിട്ടും ഞാൻ ഒന്ന് ബ്ലോക്ക് ചെയ്യാണ്. ഒന്ന് ഇടയ്ക്കൊന്ന് ചോദിക്കുകയാണ് സിസ്റ്റർ. വേറൊന്നുമല്ല സിസ്റ്റർ, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയായിരുന്നോ? ഞാൻ എല്ലാവരുടെയും സാക്ഷ്യത്തിന്റെ അകത്തുനിന്നും കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റാത്ത സിസ്റ്റർ ഒരു കാര്യം ചോദിക്കുകയാണ്. സിസ്റ്റർ വചനം പറഞ്ഞാണോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? അതെ, ഞാൻ ഒരുപാട് വചനങ്ങൾ എനിക്ക്, എന്നാൽ എന്തൊക്കെയോ എന്നെ ബ്ലോക്ക് ചെയ്ത പോലെ ആയിരുന്നു എനിക്ക്. ഓക്കെ സിസ്റ്റർ, ഞാൻ 1-2 കാര്യങ്ങളൊന്ന് ചോദിക്കാൻ വേണ്ടിയാണേ.
ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, എനിക്കറിയാം നിങ്ങൾക്ക് സാക്ഷ്യം ഉണ്ടാകുമ്പോൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആണെന്ന് എനിക്കറിയാം. നമുക്കൊരു സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇടയ്ക്ക് കയറുന്നത്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, കുഴപ്പമില്ല സിസ്റ്റർ, കർത്താവിൻ്റെ കുറവിൽ ഈ സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി തന്നെ നമ്മളൊരു സമയം മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ എന്ന് തൊട്ടാന്നറിയോ പാസ്റ്ററുടെ ഒരു മെസ്സേജ്, ഞാൻ വചനം പറഞ്ഞു എങ്ങനെ പ്രാർത്ഥിക്കണം. കാര്യം ഞാൻ മുന്നേതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതങ്ങോട്ട് എന്തോന്നറിയില്ല, എന്റെ അനുഗ്രഹങ്ങളൊക്കെ എവിടേക്കോ തടഞ്ഞു വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. എനിക്ക് ഒന്നും അങ്ങോട്ട് ഇതാവുന്നില്ലായിരുന്നു. അവിടുത്തെ അടുപ്പിനരാൽ പൂർണ്ണ സൗഖ്യം വന്നിരിക്കും എന്നുള്ള വചനമൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഈ ഒരാഴ്ച ഞാൻ ഈ മെസ്സേജ് കേൾക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് എനിക്ക് ഫുഡ് നന്നായി കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതിനടുത്ത ദിവസം ഞാൻ ചെറിയച്ഛന്റെ വീട്ടിൽ പോയപ്പോഴും എനിക്ക് ഒരു ചുമ പോലും വന്നില്ല. ഫുഡ് നന്നായി കഴിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്റെ നാമം അപമാനിക്കാൻ ഇടവരരുത്. എന്റെ വീട്ടിൽ ഞാനാണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി. തീർച്ചയായിട്ടും സിസ്റ്റർ, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഇടയ്ക്ക് സിസ്റ്ററെ, സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്ററുടെ ശരീരത്തിൻ്റെ അകത്ത് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല തൊണ്ടയിലൊരു മുഴയുണ്ടായിട്ട് അത് തടസ്സപ്പെട്ടിരിക്കുമായിരുന്നു. ആഹാരം പോലും കഴിക്കാതെ 1 വർഷത്തോളം സിസ്റ്റർ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം കേട്ടു, അവകാശത്തെപ്പറ്റി കേട്ടു, വചനം എങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നുള്ള വചനങ്ങൾ കേട്ടു. സിസ്റ്റർ അത് ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ ആരും പ്രാർത്ഥിക്കാൻ പോയില്ല. പക്ഷേ ആ അവകാശം, സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്, എങ്ങനെയാണ് നാം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടെന്നുള്ള അറിവ് കിട്ടിയപ്പോൾ ആ രോഗസൗഖ്യം ലഭിച്ചു. ആ ബ്ലീഡിങ് നിന്നു. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആ തൊണ്ടയിലെ മുഴ നമുക്കറിയത്തില്ല അതെന്താ പിന്നീടുള്ള കാരണം നമുക്കറിയില്ല. പക്ഷെ അത് അപ്രതീക്ഷിതമായി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ കർത്താവ് സൗഖ്യമാക്കി, ദൈവം അത്ഭുതം ചെയ്തു. വളരെ എക്സൈറ്റ്മെൻറ്റോടാണ് സിസ്റ്റർ പറഞ്ഞത്, എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് സാക്ഷ്യങ്ങൾക്ക് ഇടയ്ക്ക് കയറുന്നത് നമ്മുടെ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരിക്കലും വിഷമം തോന്നരുത്, നിങ്ങൾ സാക്ഷ്യങ്ങൾ പറയണം. ഇനിയും പറയണം സിസ്റ്ററെ. അതിനുള്ള സമയങ്ങൾ നമുക്ക് ഇനിയും മാറ്റിവെക്കുന്നുണ്ട്. ഇനിയും അത്ഭുതങ്ങൾ പറയാൻ ഇടയായിത്തീരട്ടെ. ഞാൻ വേഗത്തിൽ തുടക്കത്തിൽ ഇന്ന് സാക്ഷ്യം പറഞ്ഞ് കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം പോലും ഒരാൾ പോലും, ഇപ്പോൾ സരസാൻറ്റി പറഞ്ഞതുപോലെ ചെറിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ സാക്ഷ്യം തന്നെയാണ്. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിങ്ങൾ ഏതിനോടും പ്രാർത്ഥിച്ചോണം. ഈ അത്ഭുതം എന്നുള്ള വാക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, അത്ഭുതം എന്ന വാക്കെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമോ അല്ല, അവകാശമാണ്. എൻ്റെ അർത്ഥം അത്ഭുതം എന്ന വാക്കിൻ്റെ അർത്ഥം നാച്ചുറലായിട്ട് നടക്കാത്ത ഏതും അത്ഭുതമാണ്. നമ്മൾ പറയത്തില്ലേ സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ, ഇതൊരു സാധാരണ കാര്യമല്ല, അതാണ് അത്ഭുതം. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എല്ലാ ദിവസവും അതിൽ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയാവോ? ഈ അത്ഭുതം എന്നുള്ളത് വലിയ വിഷയമല്ലാതായിട്ട് മാറും. വിഷയമല്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളങ്ങ് ജീവിക്കുക. നമ്മൾ എല്ലാ ദിവസവും പിന്നെ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. എല്ലാ ദിവസവും അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ വരും. അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം മാത്രം വരുമ്പോൾ മാത്രം നമ്മൾ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അല്ല, ഓരോ സെക്കൻഡും എൻ്റെ ജീവിതത്തിൽ മിറക്കിൾസ് ആണ്. ഞാൻ നടക്കുന്നത് അത്ഭുതമാണ്, ഞാൻ ജീവിക്കുന്നത് അത്ഭുതമാണ്, ഞാൻ ആഹാരം കഴിക്കുന്നത് അത്ഭുതമാണ്, എൻ്റെ ഓരോ സെക്കൻഡും ഞാൻ ജീവിക്കുന്നതെല്ലാം അത്ഭുതവും അനുഗ്രഹമാണ്. നമുക്ക് തുടർച്ചയായിട്ട് വചനങ്ങളെ കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാട്ടെ. നമ്മൾ ഇന്നലെ കേട്ട് പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നലെ കേട്ട വചനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. നമ്മൾ ഇന്നലെ കേട്ടു. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ പോവുകയാണ്. നമ്മൾക്ക് സാത്താൻ ശക്തിയല്ല ഉപയോഗിക്കുന്നത്, തന്ത്രമാണ്. ഇനി ആ തന്ത്രത്തിൻ്റെ നിന്നോടത്ത് തന്നെ നമ്മൾ തുടർച്ചയായിട്ട് പോവുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ വിശേഷത ഉള്ളവനല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇന്നലെ നമ്മൾ ഇവിടെ കൊണ്ടാണ് നിർത്തിയത്, ഇവിടെ വന്നാണ് നമ്മൾ സ്റ്റോപ്പ് ആയത്. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ വിശേഷത ഉള്ളവനല്ല. ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു രാജകൊട്ടാരത്തിൽ ഒരു രാജകുമാരനുണ്ടെങ്കിൽ ആ രാജകുമാരനാണ് അവകാശി. ആ കൊട്ടാരത്തിലെ സ്വത്തുക്കൾക്കും രാജാവിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്കും അവകാശി എന്ന് പറഞ്ഞാൽ ആ ഒരു മകനാണ്, ആ ഒരു രാജകുമാരനാണ്. പക്ഷേ രാജകുമാരൻ്റെ പ്രായം 2 വയസ്സാണെങ്കിൽ അവൻ എത്ര അവകാശങ്ങളുണ്ടെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര കിരീടമുണ്ടെങ്കിലും, ചെങ്കോലുണ്ടെങ്കിലും ഒരു ഗുണവുമില്ല. കാരണം അവൻ അവകാശി എന്നുള്ളത് പേരിനെ മാത്രം, അനുഭവിക്കുവാനുള്ള അറിവ് അവനില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കുപ്പിപ്പാല് മതി. അവനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുഞ്ഞു ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു കളിപ്പാട്ടം കിട്ടിയാൽ അതുകൊണ്ട് തൃപ്തനാകും. ബൈബിൾ പറയുകയാണ്, അവകാശി യജമാനനാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാളൊട്ടും വിശേഷത ഉള്ളവനല്ല. ദാസന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാൽ ഓക്കെ,
അങ്ങനെ ഒരു മനോഭാവമാണ്. നിങ്ങൾ പിള്ളേരുടെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിള്ളേർ വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളുള്ള സമയങ്ങൾ നോക്കിയാൽ 2-3 വയസ്സുള്ള പിള്ളേരെ പ്രത്യേകിച്ച് നോക്കിയാൽ നമ്മൾ അവരെ ആളുടെ ശിശു എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അതിന് താഴേക്ക് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് കൊടുക്കുന്നതോ അതാണ് അവരുടെ ആഹാരം, അല്ലേ? നിങ്ങൾ ഇന്ന് എന്ത് അവർക്ക് പാകം ചെയ്ത് കൊടുക്കുന്നോ? നിങ്ങളുടെ വീട്ടിലെല്ലാം ഉണ്ടെങ്കിലും അവർക്കെല്ലാം അനുഭവിക്കാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അതാണ് അവർക്കുള്ളത്. ഇതേ അവസ്ഥ തന്നെയാണ് ദാസനും. ദൈവം തരുന്നത് മേടിച്ചോണം. ഇനി അടുത്ത വാക്യത്തിൽ നമ്മൾ ഇന്നലെ കേട്ടതുപോലെ ഈ വേലക്കാരൻ കൂലിക്ക് യോഗ്യനാന്ന് പറയുന്നത് പോലെ തന്നെ ദാസന്റെ പ്രത്യേകത അങ്ങനെയൊക്കെ തന്നെയാണ്. യജമാനൻ ഒരു കനിവ് തോന്നിയാൽ എന്തെങ്കിലും കിട്ടും. എന്നാൽ ഒരു വിശ്വാസി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ വിശേഷത ഉള്ളവനല്ല. പക്ഷെ തിരിച്ചറിഞ്ഞോണം, നിങ്ങൾ ശിശുവല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ വളരണം. എങ്ങനെയാണ് നമ്മൾ വളർന്നു ചോദിച്ചു കഴിഞ്ഞാൽ, വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. ഇപ്പം സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, സിസ്റ്റർ കുറേ നാളുകളായിട്ട് പലരെ കൊണ്ടും പ്രാർത്ഥിപ്പിച്ചു, പക്ഷെ ഒരാശ്വാസം ഉണ്ടാകുന്നുള്ളൂ. പലയിടങ്ങളിൽ പോയി സിസ്റ്റർ പ്രാർത്ഥിച്ചു, ഒപ്പം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഒരാശ്വാസം, വേദന മാറുന്നില്ല, രോഗം മാറുന്നില്ല, ബ്ലീഡിംഗ് ഉണ്ട്, ആ തൊണ്ടയിൽ ആ മുഴയുണ്ട്, അതിനൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല, പക്ഷേ ഒരു ആശ്വാസം. പക്ഷെ ദൈവവചനം കേട്ടു. ഈ രോഗസൗഖ്യം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ വചനം പ്രാർത്ഥിക്കുക എന്നുള്ളത് ഞാൻ അവകാശിയാണ്. അപ്പോൾ ഈ വചനം യാദൃശികമായിട്ട് എവിടെയോ യൂട്യൂബിലോ എന്താ കാണാൻ ഇടയായി തീർന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അത് കേൾക്കാൻ തുടങ്ങിയപ്പം മുതൽ ശരീരത്തിൻ്റെ മേൽ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങി, പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. അതിൻ്റെ അർത്ഥം അതുവരെ ഒരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ നടന്ന സിസ്റ്റർ തന്നെ എന്ത് ചെയ്തു? ഞാനൊരു കാര്യം ഒന്ന് ചോദിക്കുക സിസ്റ്റർ, അതിന് മാത്രം ഒരു മറുപടി പറയാനുള്ളേ. ഞാൻ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. സിസ്റ്റർ തന്നെ പ്രാർത്ഥിക്കുമല്ലേ ചെയ്തത്? സിസ്റ്റർ തന്നെ. ആമേൻ. അപ്പൊ ആ വ്യത്യാസം മനസ്സിലായി. ഇന്നലെ വരെ സിസ്റ്റർ ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരുന്ന സിസ്റ്റർ ഇന്ന് എന്ത് ചെയ്തു? ആ വചനം കേട്ടപ്പോൾ ഞാൻ അവകാശം. ഇതാണ് വളർച്ച. ഇതാണ് ഒരു ശിശുവിൽ നിന്നും ഒരു യൗവനക്കാരനിലേക്ക് മാറുന്ന ട്രാൻസ്ഫോർമേഷൻ പറയുന്നത്. എന്നാൽ നമ്മളെ പലപ്പോഴും ഒരു ശിശുവിനെ പോലെ തന്ത്രപരമായി തളച്ചിടുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. അവൻ ശക്തനല്ല, അവൻ തന്ത്രശാലിയാണ്. അവൻ്റെ തന്ത്രം എന്നാന്ന് വെച്ചാൽ, ഇത് എനിക്കുള്ളതല്ല എന്ന് എന്നെ പഠിപ്പിക്കും. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ, അനുഗ്രഹം അനുഭവിക്കാനാണ് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു പറ. ആമേൻ. വചനം വ്യക്തമായി പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ അനുഗ്രഹം മാത്രം മതിയോ? പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? രോഗം മതിയോ? അതോ നിങ്ങൾക്ക് തകർച്ച മതിയോ? അതോ നിരാശ മതിയോ? അതോ നിങ്ങളുടെ ജീവിതം മുഴുവൻ തകർന്ന് അരിപ്പടമായി? ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്? യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനല്ല, ജീവന്റെ സമൃദ്ധി ഉണ്ടാകാനാണ്. ജീവന്റെ സമൃദ്ധി ഉണ്ടാകാനാണ്. പിശാചു വന്നിരിക്കുന്നതോ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ്. സിസ്റ്ററെ മ്യൂട്ട് ചെയ്താണ്, എല്ലാവരെയും മ്യൂട്ട് ചെയ്താണ്, നോക്കിയോണേ. അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വന്നിരിക്കുന്നു. ഇനി ശ്രദ്ധിച്ചോണം, അടുത്തൊരു വാക്യത്തിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും. അടുത്ത വചനം ശ്രദ്ധിച്ചോണം. കൊരിന്ത്യ ലേഖനം, ഞാൻ ഇന്ന് കുറേ തപ്പിയ ഒരു വാക്യമാണ്. നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ചോണം. അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ വിശേഷതയുള്ളവനല്ല എന്ന് പറഞ്ഞിട്ട്, ഈ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 13 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ പറയുകയാണ്, ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനെ ഉള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇത് കർത്താവിൻ്റെ വരവിനെ പറ്റിയും പൂർണ്ണമായതും വരുമ്പോൾ അംശമായിട്ട് നീങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് പൗലോസ്ലീഹ പറയുന്നതെങ്കിലും ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനഭാഗവുമായിട്ടൊരു ബന്ധമുള്ളതുകൊണ്ട് അതങ്ങ് എടുക്കുക. ഞാൻ ശിശുവായിരുന്നപ്പം ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, സംസാരിക്കുക, ചിന്തേൻ്റെ കൂടെ പറഞ്ഞോട്ടെ, സംസാരിച്ചു ചിന്തിച്ചു എന്ന് പറഞ്ഞ്. ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, സംസാരിക്കുകയും ചിന്തിക്കുന്നതും ശിശുവിനെ പോലെയാണെങ്കിൽ അവിടെ ശിശുവിനുള്ളതും ദാസനുള്ളതും സെയിമാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ അവകാശം എന്ന് പറയുന്നത് ഒരു മെച്യൂർഡായിട്ടുള്ള ഒരാൾക്കുള്ളത്. നിങ്ങളുടെ വീട്ടിലെ സ്വത്ത് നിങ്ങൾ ആ കുഞ്ഞിൻ്റെ പേരിലേക്ക് കൊടുക്കുന്നത് എപ്പോഴാണ്? അവനത് കൈമാറുന്ന എപ്പോഴാണ്? 2 വയസ്സുള്ളപ്പോഴാണോ? 3 വയസ്സുള്ളപ്പോഴാണോ? 1 വയസ്സുള്ളപ്പോഴാണോ? പ്രായപൂർത്തിയായതിനു ശേഷം. ഇപ്പം 2 വയസ്സിൽ നമ്മൾ കൊടുക്കത്തില്ല,
3 വയസ്സിലും കൊടുക്കത്തില്ല, 1 വയസ്സിലും കൊടുക്കത്തില്ല. നമ്മൾ ആ കുഞ്ഞിന് നമ്മുടെ കാര്യങ്ങൾ, സ്വത്ത് കാര്യങ്ങൾ കൈമാറുന്ന ഒരു ടൈം ഉണ്ടെങ്കിൽ പക്വതയുള്ള സമയത്താ. പക്വത ശ്രദ്ധിച്ചോണം. അവൻ്റെ ചിന്താഗതികൾക്ക് വ്യത്യാസം വരുമ്പോൾ, അവന് പക്വത വരുമ്പോൾ ആ വ്യക്തിയുടെ ചിന്തകൾക്കും സംസാരങ്ങൾക്കും വ്യത്യാസം വരും. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അനുദിനം വചനം കേട്ട് അതിൽ വളരണം. വചനം കേട്ട് വളരണം. എങ്ങനെയാ വചനം കേട്ട് വളരുന്നുള്ളത് ഞാൻ കേൾപ്പിച്ചു തരാം. നമ്മൾ യേശുവിലേക്ക് വരുന്ന ഒരു സമയത്ത് നമ്മൾ ആദ്യം കേൾക്കുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, നമുക്ക് നിത്യജീവനുണ്ട്, നിത്യരക്ഷയുണ്ട്, നമുക്കെല്ലാം ഉണ്ട്. ഇതെല്ലാം കേട്ടാണ് നമ്മൾ യേശുവിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നത് 2008 എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് വിശ്വാസ സ്നാനം, ജലസ്നാനം എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ സങ്കടപ്പെട്ട ഒരു അവസ്ഥയില്ല. കാര്യം എൻ്റെ കളിച്ചു വളർന്ന കൂട്ടുകാരെല്ലാം ചൂണ്ടയിടുന്ന ആറ്റി വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് സ്നാനപ്പെടുന്നത്. അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം സ്നാനം എന്നാന്ന് പോലും അറിയത്തില്ല ആ സമയത്ത്. അതുകൊണ്ട് സ്നാനപ്പെട്ടപ്പോൾ എനിക്ക് അറിവില്ലായിരുന്നു. അതിനുശേഷം കുറേ വചനം കേട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യമൊന്നും എനിക്കൊന്നും പിടികിട്ടുന്നില്ല. കുറേ കാലം അങ്ങനെ പോയി. പക്ഷെ പരിശുദ്ധാത്മാവിനാലുള്ളൊരു സ്പർശനം ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ വചനമാണ് നമ്മുടെ ഇന്ധനമെന്നും എനർജിയെന്നും, ഈ വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതെന്നും വളർത്തുന്നതെന്നും മാനിക്കുന്നതെന്നും നമ്മുടെ സ്ഥിതികളെ മാറ്റുന്നതെന്നും മനസ്സിലായി. പക്ഷെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കറിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ശിശുവിൻ്റെ കയ്യിലോട്ട്, നിങ്ങളിപ്പോൾ ഒരു കുഞ്ഞു കൊച്ചിൻ്റെ കയ്യിലോട്ട് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറോ മൊബൈലോ കൊടുത്താൽ അത് വായിക്കാത്ത വെക്കും, കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചത് പൊട്ടിച്ച് കളയും. പക്ഷേ 20 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ കയ്യിലേക്ക് ഒരു മൊബൈൽ ഫോൺ കൊടുത്താൽ താഴെ ഇടത്തില്ല, വായി വെക്കത്തില്ല, തല്ലി പൊട്ടിക്കത്തില്ല. അതെന്ത് ചെയ്യും? അതിലെ ഫംഗ്ഷനുകളെ ഉപയോഗിക്കുവാൻ അറിയും. ഇതേപോലെ തന്നെ ഒരു ശിശുവായിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും വളരുവാൻ കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വചനം ഭക്ഷിക്കണം. വചനം നമ്മൾ വായിച്ചാൽ മാത്രം പോരാ, വചനത്തിൻ്റെ വ്യാഖ്യാനം. ഇപ്പം ഞാൻ ആ സിസ്റ്ററുടെ സാക്ഷ്യത്തിലേക്ക് ഒന്ന് പോവാണ്. സിസ്റ്റർ ഇന്നലെ വരെ എല്ലാ പാസ്റ്റർമാരൊക്കെ എടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് സൗഖ്യം വേണം, പ്രാർത്ഥിക്കണം, എനിക്ക് അത്ഭുതം വേണം. പക്ഷേ അവർ പ്രാർത്ഥിച്ചു, അതില്ല. പക്ഷെ ഇന്ന് തിരിച്ചറിവുണ്ടായി. ഒരു സ്റ്റെപ്പ് മാറ്റിവെച്ചു. ഞാനൊരു അവകാശിയാന്നുള്ള അറിവ് കിട്ടി. അറിവ് കിട്ടിയപ്പോൾ ഒരു ശിശുവിൽ നിന്നും ഒരു മെച്യൂരിറ്റിയിലേക്ക്, എനിക്കും പ്രാർത്ഥിച്ചാൽ ദൈവം എനിക്ക് വേണ്ടിയും ചെയ്യുമെന്നുള്ള ഒരു ധൈര്യത്തിലേക്കും ഒരു ഉറപ്പിലേക്കും ആ വചനം എന്ത് ചെയ്തു? ശക്തീകരിച്ചു. ഇതാണ് വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ സംസാരത്തിന് വ്യത്യാസം ഉണ്ടായോ? ഉണ്ടായി. ഇന്നലെ വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞയാൾ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അർത്ഥം, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞാൻ അവകാശിയാണ്, എനിക്ക് അത്ഭുതം ഉണ്ടാകും, എൻ്റെ കർത്താവ് മാനിക്കും എന്ന് പറയുവാൻ തുടങ്ങി. അപ്പോൾ വ്യത്യാസം കണ്ടോ? ഒന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. എന്താ? ഞാൻ അവകാശിയാണ്, ഞാൻ അവകാശി. ഈ ചിന്തകൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളിപ്പം രാവിലെ മുതൽ അടുക്കളയിലോ വീട്ടിലോ നാട്ടിലോ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യുമെന്ന് വിചാരിച്ചു. രാവിലെ മുതൽ 6 മണി വരെ നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ടയേർഡാകും നമ്മൾ. പക്ഷേ നമ്മുടെ മനസ്സ് കുറച്ചും കൂടെ ആ ജോലിയുടേതായ ഒരു സ്ട്രെസ്സിലായിരിക്കും. പക്ഷേ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 4 മണിക്കൂർ ചുമ്മാ ഒന്ന് വീട്ടിലിരുന്ന് TV ഒന്നും വെക്കരുത്. നിങ്ങളെപ്പോലെ നിരാശപ്പെട്ടൊരു മനുഷ്യൻ വേറെ കാണത്തിൽ നമുക്ക് തോന്നിപ്പോവും. കാര്യം ചിന്തകൾ നമ്മുടെ ഉള്ളിലോട്ട് വരും. നമ്മൾ ഇതുവരെ ഓർക്കാത്ത ചിന്തകൾ, ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചിന്തകൾ, നിരാശ ചിന്തകൾ. ഞാൻ ഓർക്കുന്നു, എനിക്കൊരു വിഷയം ഉണ്ടായ സമയത്ത് എൻ്റെ ദൈവമേ, ഇതുപോലെയൊക്കെ ചിന്തകൾക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ ഓർത്തിട്ടില്ല. എന്തെല്ലാം ചിന്തിച്ചെന്നറിയോ? പക്ഷെ ഞാൻ ആ ചിന്തിച്ചു കൂട്ടിയതുപോലെ ഒന്നും സംഭവിച്ചുമില്ല. ദൈവം അത്ഭുതം ചെയ്തു. അപ്പം ഞാൻ ആലോചിക്കുക, ഒരു 3 മാസത്തോളം ഞാൻ ചിന്തിച്ചു കൂട്ടിയത് അതൊന്നുമല്ല സംഭവിച്ചത്, പകരം ദൈവം വെച്ചതാ സംഭവിച്ചത്. അപ്പോൾ ചിന്തകൾക്ക് ആ 3 മാസത്തൊക്കെ എന്നെ എന്ത് ചെയ്യാൻ പറ്റി? സങ്കടപ്പെടുത്താൻ നോക്കി, എന്നെ പരാജയപ്പെടുത്താൻ നോക്കി, നിരാശപ്പെടുത്താൻ നോക്കി. അപ്പോൾ ചിന്തകൾക്ക് വലിയൊരു സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു ശിശുവിനെ പോലെ ചിന്തിക്കരുത്. ശിശു എന്ന് പറഞ്ഞാൽ എന്തേലും കിട്ടിയാൽ മേടിക്കാൻ നിൽക്കുന്നയാളാ ശിശു. അപ്പോൾ നിങ്ങൾ പറയും അങ്ങനെയൊന്നും അല്ല, പിള്ളേരെ ഞാൻ നന്നായിട്ട് വളർത്തും. നിങ്ങൾ ചോദിച്ചു നോക്കി, ഏതെങ്കിലും പിള്ളേർ, കുഞ്ഞുങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ബിരിയാണി വേണം എന്ന് ചോദിച്ചിട്ടുണ്ടോ? 2 വയസ്സുള്ള കൊച്ചു ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. 2 വയസ്സുള്ള കൊച്ചു ഒരിക്കലും ചോദിക്കത്തില്ല. 2-1 വയസ്സുള്ള, അതാണ് ശിശു എന്ന് പറഞ്ഞാൽ. അതാണ് അവരെന്ത് ചെയ്യും? അവർക്ക് നിങ്ങൾ കൊടുക്കുന്നതാണ് അവരുടെ ആഹാരം. നിങ്ങൾ എന്ത് കൊടുക്കുന്നോ, നിങ്ങൾ നല്ല വസ്ത്രം കൊടുത്താൽ അതാണ് അവർക്ക്. നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അതാണ് അവർക്കുള്ളത്. ഇതാണ് ശിശു. ഇതും ദാസനും തമ്മിൽ വ്യത്യാസമില്ല. നിങ്ങൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ നിൽക്കുന്നവരല്ല, ദൈവത്തിൻ്റെ അവകാശികളാണ്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എൻ്റെ അത്ഭുതം എൻ്റെ അവകാശമാണെന്ന് പറ.
എന്റെ അത്ഭുതം എന്റെ അവകാശമാണ്. ഇങ്ങനെ വേണം ബൈബിൾ ഇനി പഠിക്കാൻ. ഇനി നിങ്ങൾ ബൈബിളെ നമ്മൾ അടുത്ത ദിവസം ബൈബിൾ സ്റ്റഡി വരുന്ന സമയത്ത് ബൈബിളിനെ 3ആയിട്ട് തരംതിരിച്ച് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പഠിക്കാൻ പോകും. ബൈബിളിനെ 3ആയിട്ട് തരംതിരിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. വരും ദിവസങ്ങളിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. 3ആയിട്ട് ബൈബിളിനെ നമുക്ക് തരംതിരിക്കാൻ പോവുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്ന്, ശിശുവിനെ പോലെ. ഇനി മുകളിൽ നിങ്ങളുടെ ചിന്ത ശ്രദ്ധിച്ചോണം. നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ശിശുവാണോ. ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വരുമ്പം കുഞ്ഞുങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? ഒരു വിഷയം വന്ന പിള്ളേർ എന്തു ചെയ്യും? അവർ കരയാൻ തുടങ്ങും. അവരിങ്ങനെ അങ്ങോട്ട് നിലവിളിക്കും. അവർ ഭയങ്കര വാവിട്ട് കരയും. കാര്യം അവർക്ക് സഹായം ആവശ്യമാണ്. അവർ കരയുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് പല ബൈബിൾ സ്റ്റഡികളും കണ്ടാൽ മതി, നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം, നിലവിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ ഓർത്താൽ മതി, നിങ്ങളെ ഇപ്പോഴും അവർ ശിശുവായിട്ടാണ് കാണുന്നത്. ആമേൻ. കർത്താവ് ഒരു സ്ഥലത്ത് പോലും പുതിയ നിയമ വിശ്വാസിയെ നോക്കിയിട്ട് ഒരു സ്ഥലത്ത് പോലും കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ലേഖനങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവിടെ വ്യക്തമായി യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കയാൽ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ആ വാക്യം ഒന്ന് നിങ്ങളെ കാണിക്കാം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാണെന്ന് പറ. എന്നെ ശക്തനാക്കുന്ന യേശു മൂലം ഞാൻ ആമേൻ. എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, എന്നെ ശക്തനാക്കുന്ന യേശുണ്ട്. ഇനി എപ്പോഴാണ് യേശുവിലുള്ള ഈ സഹായം ഒരു വ്യക്തിക്ക് വെളിപ്പെടുന്നതെന്നുള്ളത് നമുക്ക് ഒരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഞാൻ നിങ്ങളെ ഒരു വാക്യത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകാം. യോഹന്നാൻ്റെ ലേഖനമാണ്, സുവിശേഷമല്ല. യോഹന്നാൻ്റെ ലേഖനത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകിയാൽ അവരെ ജയിച്ചു മുറിക്കും. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായിട്ട് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകിയാൽ ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവെന്ന വഞ്ചനയുടെ ആത്മാവെന്ന് നമുക്കറിയാം. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ ശിശുക്കളെ പറ്റിയല്ല പറഞ്ഞേക്കുന്നത്. ഒരറിവുള്ള, ഒരു മെച്യൂരിറ്റി ഉള്ള യൗവനക്കാരൻ നമുക്ക് വേണേൽ പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരാൾക്കാരോട് യോഹന്നാൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോണം, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ. എൻ്റെ കൂടെ പറഞ്ഞ് ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാന്ന് പറ. ദൈവത്തിൽ നിന്നുള്ളതാണ്. ആമേൻ. നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആദ്യം അറിയേണ്ടത് ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. ദൈവത്തിൽ നിന്നുള്ള ആളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൗകികരല്ല. ലൗകികരെന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്നുള്ളവരല്ല. ഇവിടെ ഈ വാക്യം ശ്രദ്ധിച്ചോണം. യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ശ്രദ്ധിച്ചോണം, ജയിക്കുന്നവൻ. ജഡത്താലും രക്തത്താലും വന്നവൻ യേശു തന്നെ. ജഡത്താൽ അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഏറ്റവും താഴത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ വചനം നിങ്ങൾ മുഴുവൻ വായിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, വചനത്തിൻ്റെ അകത്ത് 18-ാമത്തെ വാക്യത്തിൽ പറയും, ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നുമില്ല. ശ്രദ്ധിച്ചോണം, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. അപ്പം നമ്മൾ ചിന്തിക്കും, ഈ തന്നെത്താൻ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ബ്രദറെ, നമുക്ക് ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സൂക്ഷിക്കാൻ പറ്റുന്നത്? സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ആരാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മളിങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ച് നടക്കുക എന്നുള്ളതല്ല. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകത്തില്ലെന്നല്ല പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിയാൽ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയണം, പാപത്തിൽ തുടരുന്നില്ല എന്നതിൻ്റെ അർത്ഥം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. എങ്ങനെയാണ് സൂക്ഷിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഞാനാണ് ദൈവത്തിൻ്റെ അവകാശി. എൻ്റെ യേശു ക്രിസ്തു വില കൊടുത്തത് എനിക്ക് വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് ഞാനൊരു അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളുടെ ചിന്തകൾക്കകത്ത് വ്യത്യാസം വരുത്തണം. നിങ്ങൾ വീഴാൻ നിൽക്കുന്നവരാന്നുള്ള ചിന്ത മാറണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കണമെന്നറിയോ ബ്രദറെ, ചിലരിങ്ങനെ എപ്പോഴും ആകുലപ്പെടും, ലോകത്തിൽ വലിയ യുദ്ധങ്ങൾ വരാൻ പോവുക, പ്രശ്നങ്ങൾ വരാൻ പോവുക, വേറെ നാട്ടിലാണെങ്കിൽ വെള്ളമില്ല, ചൂടാണ്, കാലാവസ്ഥ, അതിലിങ്ങനെ അവർ മുഴുകിയിരിക്കുക. അവരുടെ ചിന്തകൾ മുഴുവൻ അതിലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ ഏത് കാലാവസ്ഥ വന്നാലും എന്നാ വലിയ വിഷയം വന്നാലും എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് പറ.
ഒരിടത്തും എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തെ അടുക്കുകയുമില്ല. അപ്പൊ നിങ്ങൾ പലപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കരയണ്ട, നിങ്ങൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞാൽ മതി, കർത്താവേ ദുഷ്ടൻ എന്നെ തൊടത്തില്ല. യോഹന്നാൻ 18 പറയുന്നു, ദുഷ്ടൻ അവനെ തൊടത്തില്ല. എന്നാലും ബ്രദറെ, പിശാച് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്തു. ഞാൻ ഈ പ്രാർത്ഥന കർത്താവിനോട് ഒരു സൂസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറയാം. സൂസമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സൂസമ്മ എന്നാണ് ഞാൻ കേൾക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ആ സൂസമ്മയുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവ് വലിയൊരു നിലവിളിയെ മാറ്റിവിടാൻ പോവുക. നിലവിളിയെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. സൂസമ്മയായിട്ട് ബന്ധപ്പെട്ടത് യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ സൂമിലാണെങ്കിൽ എടുത്തോണം. സൂസമ്മ എന്നാണ് വിളിക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു നിലവിളിയുടെ അവസ്ഥയെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. ജയത്തിൻ്റെ ഉത്സവം ഉണ്ടാകാൻ പോകുന്നത്. വലിയൊരു അനർത്ഥം വിട്ടുമാർ. ആരാന്ന് വെച്ച് ഏറ്റെടുത്തു? യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവുക. സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടി വല്ലതാണോ? അല്ല, ഞാനാണെന്ന് പറയാൻ. ഓ, യേശു ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നത്? അല്ല, പ്രാർത്ഥനയിൽ തന്നെ ഉള്ള ആളാ. ഓ, യേശു ഏറ്റെടുത്തോ. കർത്താവിനെ കാണിക്കുന്ന കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു അനർത്ഥം വിട്ടുമാറുക. നിലവിളിക്കുന്ന ഒരു സൗണ്ടായി പക്ഷെ കർത്താവ് അത് എടുത്തു മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിലവിളിക്കുന്ന സൗണ്ട്. ഞാൻ കാണുന്ന ഒരു മകനുള്ള കുടുംബമാണ്. ആ മകനെ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. അവനുമായിട്ട് ബന്ധപ്പെട്ടാണ് കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. മകനുമായിട്ട് ബന്ധപ്പെട്ടാണ് കർത്താവ് അവനെ തൊടുകയാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് സ്പർശിക്കുക കേട്ടോ. നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് കർത്താവ് വലിയ ചേഞ്ചുകൾ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞ ഷാജി എന്ന് പറഞ്ഞ ഒരു ഹസ്ബൻഡുള്ള ഒരു സഹോദരി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഞാൻ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആരെന്ന് വെച്ച് ഏറ്റെടുത്തു. ഷാജി എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. ആ കുടുംബത്തിൻ്റെ മേൽ ഇതേപോലെ തന്നെ ഞെരുക്കത്തിൻ്റെ അവസ്ഥകളുടെ മേൽ ദൈവം ഒരു വിശാലതയുടെ വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. ജൂലൈ മാസം 18 എന്നൊരു ഡേറ്റ് തന്നെ കർത്താവ് എടുത്തു കാണിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ കാണിക്കുന്ന ആ ലൈഫിൻ്റെ അകത്ത് വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്ന സമയമാണ് ജൂലൈ 18 എന്നുള്ളത്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ശിശുവിനെ പോലെ സംസാരിക്കുന്ന എപ്പോഴാണെന്നറിയാവോ? പിശാചെന്നെ തകർക്കാൻ വരുന്നു. പിശാച് നമ്മുടെ വിഷയമല്ല. എൻ്റെ വിഷയം എന്നാന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ശിശുവായിരിക്കുന്നതാണ് എൻ്റെ വിഷയം. ഇവിടെ നിങ്ങൾ വാക്യം നോക്കിയേ, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. എൻ്റെ അർത്ഥം ദുഷ്ടൻ എന്നെ തൊടാൻ പറ്റാത്തെന്നറിയാവോ? ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തി പിശാചിനേക്കാൾ വലിയവനാണ്. മനസ്സിലാകുന്നുണ്ടോ? ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും പിശാചിൻ്റെ കാൽ കീഴിൽ അല്ലെങ്കിൽ അവൻ്റെ ശക്തിക്ക് കീഴ്പ്പെട്ടേ പറ്റത്തുള്ളൂ. പക്ഷേ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ അവൻ്റെ മീതെ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. പക്ഷെ നിങ്ങൾ ഈ അറിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് കാണാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാവോ? ഒരു കുഞ്ഞിന് കൊണ്ടുവന്ന് ബിരിയാണി കൊടുത്താൽ എന്നാ സംഭവിക്കും? 1 വയസ്സുള്ള കുഞ്ഞിന് കൊണ്ടുവന്ന് ബിരിയാണി കൊടുത്താൽ എന്ത് സംഭവിക്കും? അത് ചത്തുപോകും. അതിന് ജീവിക്കാൻ കഴിയത്തില്ല, അതിന് സർവൈവ് ചെയ്യാൻ കഴിയത്തില്ല. അത് പെട്ടെന്ന് എന്ത് ചെയ്യും? ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകും. അതിന് കപ്പാസിറ്റി ഇല്ല. പക്ഷേ ഒരു മെച്യൂറായ ഒരു വ്യക്തി, അതുകൊണ്ടാണ് ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലേക്ക്, രണ്ടാമത്തെ വാക്യത്തിൽ 13-ാം വാക്യത്തിൽ, ശിശുവായിരുന്നിടത്തോളം ശിശുവിനെ പോലെ ഞാൻ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ, അതിനർത്ഥം സ്ത്രീകൾ വേണ്ടെന്നല്ല പൗലോസ് ഉദ്ദേശിക്കുന്ന മെച്യൂരിറ്റിയെ പറ്റി പറയുക. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഇന്നലെ വരെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നു, കർത്താവ് ചിലരെ ദൈവം അനുഗ്രഹിക്കും, ഞങ്ങളെയൊന്നും ദൈവത്തിന് ആവശ്യമില്ല, ഞങ്ങളെ കടന്ന് ചുമ്മാ പ്രാർത്ഥിക്കാനേ ഉള്ളൂ. ചിലരങ്ങനെ പറയത്തില്ലേ? ആരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അല്ല, കർത്താവിൻ്റെ ആഗ്രഹം നിങ്ങൾ വളരണമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യം ഉണ്ടാകുമ്പോൾ, ജോളിബദർ തുടക്കത്തിലൊരു സാക്ഷ്യം പറഞ്ഞല്ലോ, ആ സഹോദരിക്ക് ഭയം, ഒരു 8 കണ്ട് ഓടിച്ച കാര്യമല്ല അവിടെ വിഷയം. ഭയം എന്തെങ്കിലും കാണുമ്പോൾ ഉള്ള ഭയം. പക്ഷെ ആ വചനം പറഞ്ഞു വാഴുക എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ വാഴ്ച വേറെ, പക്ഷെ ആ വാഴുക എന്നുള്ള വാക്ക് ദൈവം പറഞ്ഞൊരു വാക്കാണ്. അത് പറയുമ്പോൾ ആ വാഴ്ച എൻ്റെ മേൽ വരും. ഭയമാണോ നിങ്ങളെ വാഴുന്നത്? ഭയമാണെങ്കിൽ നിങ്ങൾ ആ വചനം പറയുമ്പോൾ നിങ്ങൾ ആ ഭയത്തെ വാഴാൻ തുടങ്ങും. ഓ, യേശുവിൻ്റെ നാമത്തിൽ ആ ഭയത്തിൻ്റെ മേൽ നിങ്ങൾ വാഴാൻ തുടങ്ങും. ആമേൻ. അലക്സ് എന്ന് പറഞ്ഞൊരു മോനുള്ള ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. അലക്സ് എന്ന് പറഞ്ഞൊരു മോനാണ്.
ആ മോനുള്ള ഭവനത്തെ കർത്താവ് സ്പർശിക്കുക. ആരാ അത്? അലക്സ് എന്ന് പറഞ്ഞ മോനുള്ള, യേശുവിൻ്റെ നാമത്തിൽ അലക്സ് എന്ന് പറഞ്ഞ മോനുള്ളത് പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? കേൾക്കുന്നില്ല ഞാൻ. അലക്സ് എന്ന് പറഞ്ഞ മോനെ സ്പർശിക്കുക. അലക്സ് എന്ന് പറഞ്ഞ മകനാണ്, ശ്രദ്ധിച്ചോണം, ഹസ്ബൻഡല്ല, മകനാണ്. ആ മകനെ കർത്താവ് സ്പർശിക്കുകയാണ്. ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവാണ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം ദൈവം വലിയൊരു പ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവാണ്. ഭയപ്പെടരുത്, ദൈവത്തിൻ്റെ സൂക്ഷിപ്പുണ്ട്, ദൈവത്തിൻ്റെ കരം അവൻ്റെ കൂടെയുണ്ട്. ദൈവം അവനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നെന്ന് കാണത്തക്കവണ്ണം ദൈവം ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോവാണ്. അലക്സ് എന്ന് പറഞ്ഞ മോനുള്ള ആളെ ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവം സ്പർശിക്കാൻ പോവുകയാണ്. അനുഗ്രഹിക്കുന്ന കർത്താവ്. ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ യേശുവിൽ ആരാണ്? എന്നെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ചിന്തയായിരുന്നത്. ക്രിസ്തുവിൽ എന്നൊരു വാക്ക് എൻ്റെ ഉള്ളിൽ ഒത്തിരി എന്നെ സ്പർശിച്ച വാക്കാണ്. ക്രിസ്തുവിൽ, ബൈബിളിൽ പലയിടങ്ങളിൽ കാണാൻ പറ്റും. ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. ഈ വാക്ക് ബൈബിളിൽ പലയിടത്തും കാണാൻ പറ്റും. എന്നെ ഒത്തിരി, ഞാൻ ആരാ ക്രിസ്തുവിൽ? അങ്ങനെയാണ് അവകാശിയാണെന്നും കർത്താവിൻ്റെ മകനാണെന്നും, മകനെങ്കിലോ മക്കളെങ്കിലോ നിങ്ങൾ അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നുവെന്ന്, നീ ദാസനല്ലെന്നും ഒക്കെ പിന്നീടാണ് മനസ്സിലായത്. അപ്പോഴെന്ത് ചെയ്യാൻ തുടങ്ങി? മകനെ പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി ശ്രദ്ധിച്ചോണം, ഒരു വാക്കുകൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, പകൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി കിട്ടുന്ന പദവിയാണ് യേശുവിൻ്റെ കൂടെ ഉയർത്തുന്നത്. അതാണ് ഞാൻ ഇന്നാളെ സ്നാനത്തെപ്പറ്റി റോമാലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം പറഞ്ഞ സമയത്ത് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇത് ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് നിങ്ങളിത് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, ഭൂമിയിലുള്ളതല്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഭൂമിയിലുള്ള ഒരു നന്മ എനിക്ക് വേണ്ടെന്നുള്ളതല്ല. എൻ്റെ മൈൻഡ് സെറ്റപ്പ് ബൈബിളിൽ പറഞ്ഞു, നിങ്ങളുടെ പൗരത്വമോ ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലാണ്. അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റപ്പ് യേശു ചിന്തിച്ചതുപോലെ ഞാൻ ചിന്തിക്കണം. യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് കർത്താവ് അവിടെ എല്ലാം നടന്നിട്ട് ആ നാട്ടിലുള്ളൊരു ചെറുപ്പക്കാരനെ പോലെ അല്ല ജീവിച്ചത്. ശ്രദ്ധിച്ചു നോക്കി, ആ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും സിനഗോഗിൽ വരുന്നു, വചനം കേൾക്കുന്നു, തിരിച്ചു പോകുന്നു, ജോലി ചെയ്യുന്നു. പക്ഷേ യേശു ഉയരത്തിൽ നിന്നുള്ള വ്യക്തി ആയതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? രോഗികളെ കാണുമ്പോൾ, തകർന്നവരെ കാണുമ്പോൾ, മരിച്ചവരെ കാണുമ്പോൾ യേശു തൻ്റെ ഉയരത്തിലുള്ള തൻ്റെ അതോറിറ്റിയെ വെളിപ്പെടുത്താൻ തുടങ്ങി. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കുടുംബത്തിൻ്റെ അകത്ത് ബഹളങ്ങളുണ്ടാകുമ്പോൾ, കലഹങ്ങളുണ്ടാകുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പറഞ്ഞാൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കലഹത്തെ ഉണ്ടാക്കി സമാധാനത്തെ കെടുത്തുന്ന എല്ലാത്തിനും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും വഴക്കുകൾ, അവിടെ നിൽക്കും വഴക്കുകൾ. യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിൽക്കും എല്ലാ പ്രവൃത്തികളും. യേശു ഇരിക്കുന്ന ഇടത്താണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക്, യേശുവിൽ എന്നൊരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ലേഖനങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയത് ഈ ഒരു വാക്കാണ്. ആമേൻ. ക്രിസ്തു ഇരിക്കുന്ന ഇടം, അപ്പോൾ ക്രിസ്തു ഇരിക്കുന്നിടത്താണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പിശാചിനെ ഭയപ്പെടരുത്. യേശു പിശാചിനെ കണ്ട് വിറയ്ക്കുവോ? ആർക്കെങ്കിലും പറയും, യേശു പിശാചിനെ കണ്ട് വിറയ്ക്കുവോ? ഇല്ല. ഇല്ല. അങ്ങനെയെങ്കിൽ യേശുവിലുള്ള നിങ്ങൾ വിറയ്ക്കണോ? ഉറപ്പാണോ? യേശുവിലുള്ള നിങ്ങൾ വിറയ്ക്കേണ്ട. അപ്പം ഞാൻ എന്താ ബ്രദർ, എൻ്റെ വിഷയത്തിൻ്റെ മേൽ ബ്രദർ എന്തുവായി പറഞ്ഞു വരുന്നത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ അവകാശിയെ പോലെ പെരുമാറണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ അതിരിൻ്റെ അകത്ത് നിങ്ങൾ രാവിലെ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അതിരയിൽ ഒരു മനുഷ്യൻ ഒരു ടെൻറ്റ് കെട്ടി അയാൾ കഞ്ഞിയും കറിയും വെച്ച് വീട് പണിയാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തി ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ വന്നുകൊണ്ട് എന്തെല്ലാം പരാക്രമം കാണിക്കുമോ? നിങ്ങൾ പറയും, ഇത് എൻ്റെ പറമ്പാണ്, ഇത് ഞാൻ വില കൊടുത്ത് മേടിച്ചതാണ്, ഇത് എൻ്റെ അവകാശമാണ്, നീ എന്ത് അനധികൃതമായി കയറിക്കൂടിയിരിക്കുന്നതാണ്. കാരണം അവനല്ല അവകാശി, നീയാണ് അവകാശി, ഞാനാണ് അവകാശി, ഞാനാണ് അവകാശി. ഈ ദിവസങ്ങളിൽ ആരോടൊക്കെയോ കർത്താവ് പറയുകയാണ്, ഞാനാണ് അവകാശി, ഞാനാണ് അവകാശി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ അവകാശങ്ങൾ റിലീസാകാൻ പോവുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു അവകാശവാദത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കുടുംബം, അവകാശവാദത്തിൽ കിടക്കുന്ന ഒരു കുടുംബം, അത് കിട്ടാതിരിക്കാൻ തക്കവണ്ണം
ഒത്തിരി തടസ്സങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേൽ വർഷങ്ങളായി കരയുക. അങ്ങനെ ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. ഒരു പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നാളുകളായിട്ട് ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് കിടക്കുക. പക്ഷെ അതിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രോപ്പർട്ടിക്ക് വേണ്ടി പറയുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കർത്താവ് ഒരു ജോർജിനെ സ്പർശിക്കാൻ പോവുക. ആ വ്യക്തിയെ തൊടുന്നതോട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരു വ്യക്തിയല്ല, ഒന്നിലധികം വ്യക്തികളുടെ വിഷയങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ പ്രോപ്പർട്ടി സംബന്ധമായിട്ട് തന്നെ. പക്ഷേ എന്നോട് ഒരു വിഷയം എന്നെ കാണിക്കുന്നു. അതിൻ്റെ അകത്ത് ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തൊടുന്നൊരു കാഴ്ചയും, എന്നാൽ അതുകൂടാതെ 3 പേര് ഇതിൻ്റെ അകത്ത് അതേ പ്രോബ്ലത്തിൽ നിൽക്കുന്നവരുണ്ട്. ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ തൊടുകയും ആ പ്രോപ്പർട്ടി വിഷയം, അങ്ങനെ ആരും ഇപ്പോൾ സൂമിലുണ്ടോ? ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി. എന്റെ ഫാദറിന്റെ പേര് ജോർജ് ആണ്. ഞങ്ങൾ ഒരു പ്രോപ്പർട്ടിയുടെ വിഷയത്തിൽ ഇങ്ങനെ വളരെ നാളായി ഭാരപ്പെട്ട് കഴിഞ്ഞു. എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഈ പ്രോപ്പർട്ടി ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓ, കർത്താവ് തൊടുവാകട്ടെ. എല്ലാവരും രാമേൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ. 3 പേരുടെ വിഷയമുണ്ട് ഇതിൻ്റെ അകത്ത്. 3 പേരുടെ വിഷയമുണ്ട്. 3 പേര് പ്രോപ്പർട്ടി വിഷയമുണ്ട്. അവത്തിൽ കർത്താവ് എന്നോട് സ്പെസിഫിക് ആയിട്ട് ഒരു അടയാളം പോലെ വെളിപ്പെട്ടത് പ്രോപ്പർട്ടി ഇഷ്യൂ നിൽക്കുന്ന അതിൻ്റെ അകത്ത് ജോർജിനെ ദൈവം തൊടുവാണ്. കർത്താവിന്റെ ദൈവം അത് സെറ്റിൽ ചെയ്യാൻ പോവുക. നിങ്ങൾ എന്തെങ്കിലും കർത്താവ് എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രോപ്പർട്ടി സെറ്റിൽ ചെയ്യാൻ പോകണം? എനിക്ക് തടസ്സമായി വെച്ചിരിക്കുന്ന ഏതിനെയും ദൈവം ഇറങ്ങി പ്രവർത്തിച്ചിരിക്കും. ആമേൻ. ഏറ്റെടുത്തോണം. കർത്താവിന് നിങ്ങളുടെ വിഷയങ്ങൾ അറിയാം. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോവുകയാണ്. ഓ യേശുവേ, നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ധന്യ എന്ന് പറഞ്ഞ ആരിലും ഉണ്ട്. ധന്യ എന്ന് പറഞ്ഞ ആരിലും ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ധന്യനെ കർത്താവ് ഇന്ന് സ്പർശിക്കുക എന്ന് പറഞ്ഞു. യേശുവിനത് യൂട്യൂബിലാണ് ഏറ്റെടുത്ത്. ധന്യനെ ദൈവം സ്പർശിക്കുന്നു. ധന്യയുടെ പഠനവുമായി ബന്ധപ്പെട്ട് ബ്ലോക്കായി നിൽക്കുന്ന ഒരവസ്ഥയെ കർത്താവ് ഇന്ന് വിടിവിക്കണം. അത് ഓർത്ത് ഭാരപ്പെടരുത്. കർത്താവ് അവർക്ക് വേണ്ടി വാതിലുകളെ തുറക്കാൻ പോവുക. ധന്യയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ചു റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, വഴി തുറക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചോണം, ക്രിസ്തു ഇരിക്കുന്ന ഇടം, ക്രിസ്തു ഇരിക്കുന്ന ഇടം, ഇനി ശ്രദ്ധിച്ചോണം, ക്രിസ്തു ഇരിക്കുന്ന ഇടം. ഇതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു പദവി. നമ്മളിപ്പോഴും നമ്മളെവിടെ തുടങ്ങിയെന്ന് അറിയാവോ? ഞാൻ ശിശുവായിരുന്നപ്പോൾ. ഞാൻ ശിശുവിനെ പറ്റി ഈ ഒരു പോയിന്റ് നിങ്ങൾ മാറും. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ബ്രദറിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നോക്കി നിൽക്കരുത്. ബ്രദർ പ്രാർത്ഥിക്കുന്നില്ലെന്നൊരാശയമല്ല. എൻ്റെ ആഗ്രഹം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന 198 പേരോ അല്ലെങ്കിൽ എത്ര പേരോ എനിക്കറിയത്തില്ല, ഇവരും യൂട്യൂബിൽ കാണുന്നവരും സൂമിൽ കാണുന്ന ഫേസ്ബുക്കിൽ കാണുന്നവരും ഞാൻ പറയും, നിങ്ങൾ നാളെ മുതൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൽ നിങ്ങൾ അവകാശിയാണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാകണം. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ആ വ്യക്തിക്ക് വേണ്ടി വില കൊടുത്തതാണ്. കർത്താവ് യേശുവിൻ്റെ ക്രൂശിലെ വിലയാണ് നടന്നു പോകുന്നത്. തകരാൻ പറ്റത്തില്ല. അവകാശമാക്കി പ്രാർത്ഥിക്കണം. ആമേൻ. വചനം വ്യക്തമായി പറയുന്നു, നിങ്ങൾ മക്കളാണ്. നമ്മൾ ഇന്നലെ തുടങ്ങിയ അവിടെ നിന്നാണ് ഇവിടെ നിന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഇപ്പം നിങ്ങൾ ശിശുക്കളാണോ? ശിശുക്കളുടെ പദവിയിൽ നിന്നും നിങ്ങൾ കൽപ്പിക്കുന്നവരായി തീരണം. അതിനെന്ത് ചെയ്യണം? കൽപ്പിക്കാൻ തക്കവണ്ണമുള്ള കപ്പാസിറ്റിയിലേക്ക് നമ്മൾ വളരണം. എന്താ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം ഭക്ഷിക്കണം. എൻ്റെ കർത്താവ് എന്നിലൂടെയും പ്രവർത്തിക്കും. എന്നാ തെളിവ്? നിങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുള്ള തെളിവ് പറ. ഒരു തെളിവ് പറ. ദൈവം നമ്മളെ നടത്തുന്നു ഇന്നയോളം. അതൊന്നും അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വചനത്തിൽ തെളിവ് പറ. വചനത്തിൽ നിന്ന് പറ. വചനത്തിൽ നിന്ന് തെളിവ് പറ. മക്കളെങ്കിലോ നിങ്ങൾ അവകാശിയാണ്. അപ്പം മക്കളുടെ അവകാശങ്ങൾ ഇന്ന് മുതൽ ബൈബിളിൽ തപ്പണം. എന്താണ് ഈ മകനായ എൻ്റെ അവകാശം? അവിടെ ചെന്ന് തപ്പി നമ്പഴേക്കും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും, അവിടെ കിടക്കുന്ന രോഗസൗഖ്യം, അവിടെ കിടക്കുന്ന ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, അവിടെ കിടക്കുന്ന നിത്യജീവൻ, നിത്യരക്ഷ, ഇതെല്ലാം എൻ്റെ അവകാശമാണ്. പിശാച് പറയും ചുമ്മാ പ്രാർത്ഥിച്ചു കിട്ടാനൊന്നും പോണില്ല. ഇതാണ് ചിന്തകൾ. ആ ചിന്തയെപ്പറ്റി നമ്മൾ അടുത്ത ദിവസം എടുക്കാം. ഞാൻ അവിടെ കൊണ്ട് നിർത്തുവാണ്. ചിന്തകൾ അടുത്ത ദിവസം വരെ നമ്മൾ ചിന്തയും സംസാരത്തെയും തൊട്ടിട്ടില്ല. ഇവിടം പോലെ നിൽക്കുവാണ് നിങ്ങൾ ശിശുവിൽ നിന്നും വളരണം. മനസ്സിലാകുന്നുണ്ടോ? ശിശുവിൽ നിന്നും വളരുന്ന സമയത്ത് കാണാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്ന വളർച്ച. 2012 കാലഘട്ടത്തിലൊക്കെ ഞാൻ യേശുവിനെ സുവിശേഷം പറയാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഈ യേശുവിൽ എന്നുള്ള സംഭവം എൻ്റെ അകത്തോട്ട് കയറി.
കർത്താവ് തന്നതാവട്ടെ, എൻ്റെ അകത്തോട്ട് കയറിയതല്ല, കർത്താവ് തന്നത്. എനിക്ക് അന്ന് മുതൽ മനസ്സിലായി ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിലുള്ള സാധ്യതകൾ എത്രത്തോളമാണ്. ഇത് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും അവസാനിച്ചിട്ടില്ല, ഇനി അവസാനിക്കാൻ പോകുന്നുമില്ല. കർത്താവിൻ്റെ കൃപയിൽ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് മനസ്സിലായത് കർത്താവിലുള്ള സാധ്യതകൾ ഞാനാണ് അതിൻ്റെ എല്ലാ അവകാശി. നിങ്ങൾ എന്തെങ്കിലും ബ്രദറെ, ഞാൻ എൻ്റെ കടഭാരം മാറാനും രോഗം മാറാനും ഒക്കെ ഇതിലേക്ക് വന്നതാ. നിങ്ങളെപ്പറ്റി ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇതിനൊക്കെയും അവകാശികളാണ്, നിങ്ങൾ ഇതിനൊക്കെയും അവകാശിയാണ്. നമ്മൾ ഒരുമിച്ച് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ ഇങ്ങനെ പറയണം, മ്യൂട്ട് മാറ്റണ്ട. യേശുവിൻ്റെ മുറിവെൻ്റെ ആരോഗ്യമാണ്, യേശുവിൻ്റെ മുറിവെൻ്റെ സൗഖ്യമാണ്, സൗഖ്യം എൻ്റെ അവകാശമാണ്. അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച വേദനകൾ വിട്ടുമാറുന്നത് കാണാൻ പറ്റും. ഇന്നലെ നമ്മൾ ബ്രദറിൻ്റെ സൗഖ്യം കേട്ടതുപോലെ 6 വർഷമായിട്ട് ഷുഗറിനാൽ ഭാരപ്പെടുമായിരുന്നു. ഷുഗർ കർത്താവ് 3 മാസമായിട്ട് നമ്മുടെ ജൂളി ബ്രദർ ലഡുവും ജിലേബിയൊക്കെ കഴിച്ചു, എന്നിട്ടും ടെസ്റ്റ് ചെയ്തിട്ട് പോലും കൗണ്ട് കൂടുന്നില്ല, നോർമലായിട്ട് തന്നെ നിൽക്കുവാണ്. അദ്ദേഹം ടെസ്റ്റ് പിന്നെയും ചെയ്തു, 3 മാസം കഴിഞ്ഞിട്ട് പിന്നെയും ടെസ്റ്റ് ചെയ്തു, അവിടെ തന്നെ നിൽക്കുവാണ്. ലഡുവും ജിലേബിയും കഴിച്ച കാര്യമല്ല ഞാൻ ഈ പറഞ്ഞേക്കുന്നത്, രോഗമുള്ളവർ ടെസ്റ്റ് ചെയ്യണം, സൗഖ്യം കാണുന്നത് വരെ ടെസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ രോഗത്തിനെ മാറാൻ പറ്റത്തുള്ളൂ, ദൈവത്തിൻ്റെ വചനത്തിന് മാറാൻ പറ്റത്തില്ല. നിങ്ങൾ ആ വചനമാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഏത് വിഷയമായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, അസ്ഥി വിഷയമായിക്കോട്ടെ, യേശു അത്ഭുതം ചെയ്യും, യേശു അത്ഭുതം ചെയ്യും, യേശു അത്ഭുതം ചെയ്യും, യേശു അത്ഭുതം. അങ്ങനെ തന്നെ പറ, കർത്താവെ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണമെന്നല്ല, നിങ്ങൾ അവകാശി. ഒരു ശിശുവാണ് ചോറ് വേണം, പാല് വേണം, അത് വേണമെന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവകാശി എന്ന് പറഞ്ഞാൽ എടുത്തങ്ങ് ഉപയോഗിക്കുന്നവൻ അവകാശി. എൻ്റെ വീട്ടിൽ വലുതായ ഒരു കുഞ്ഞ്, ഞാൻ വലുതായ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അകത്ത് ഇരിക്കുന്ന ഏത് സാധനവും എടുത്തുപയോഗിക്കാനുള്ള കഴിവ് ഇപ്പം എനിക്കുണ്ട്. കാര്യം ഞാൻ മെച്ചുവർഡായി. ഞാനിപ്പോൾ 2 വയസ്സുള്ള എഴഞ്ഞിടക്കുന്ന കുഞ്ഞല്ല. അത് തുടരുത്, ഇതെടുക്കരുത്, അത് പിടിക്കരുതെന്ന് പറയാൻ ഞാൻ കുഞ്ഞല്ല. ഇന്ന് അപ്പൻ്റെ അവകാശിയായിട്ട് ഞാൻ തീർന്നിരിക്കുന്നു. കാര്യം ഞാൻ വളർച്ച പ്രാപിച്ചു. ഈ ദിവസങ്ങളിൽ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് കൈ അങ്ങോട്ടൊന്ന് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ പറ, എൻ്റെ യേശുവിൻ്റെ മുറിവ് കർത്താവ് എനിക്ക് വേണ്ടി, എൻ്റെ ഈ രോഗം, അങ്ങനെ തന്നെ പറ. ഞങ്ങളെന്ന് പറയരുത്, ഞങ്ങളെന്ന് പറഞ്ഞ് പഠിക്കരുത്, ഞാനെന്നും എൻ്റെ എന്നും പറഞ്ഞ് പഠിക്കണം. കാര്യം നമ്മൾ പലപ്പോഴും ഞങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു മിക്സഡാ. ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി യേശു. ബൈബിൾ അങ്ങനെ പൗലോസ് പറഞ്ഞത്, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസം ഞാൻ ജീവിക്കുന്നു. അതന്നെ പൗലോസ് ലീഗ ഞങ്ങൾക്കെന്ന് പറയാഞ്ഞത്. എനിക്കെന്ന് പറയാൻ കാരണം എന്തുവാ? വ്യക്തിപരമായിട്ട് ഞാൻ ഏറ്റെടുത്തയാളാ. വ്യക്തിപരമായിട്ടൊന്ന് ഏറ്റെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ആരാധന ദൈവം എന്ന് സ്പർശിക്കുക. യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ കർത്താവ് എങ്ങനെ പറയുന്നു, ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അപേക്ഷകൾ വെച്ചു, പക്ഷെ ഒന്നും ശരിയായില്ല, നിരാശപ്പെട്ട് വല്ലാത്തൊരു പാറി നിൽക്കും. ഞാൻ കർത്താവിനോട് പറയുന്നു, അപേക്ഷയെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവനോട് പറയുക, ഒരപേക്ഷയും വെച്ച് കിട്ടാത്ത ഭവനം ദൈവം തരാൻ പോവുക. അപേക്ഷയുടെ പുറകെ നടക്കാതെ സ്റ്റോപ്പ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിന് കർത്താവ് പറയുന്ന അപേക്ഷയുടെ ഭാരപ്പെട്ട് നടക്കുക, അതവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശു അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചൊന്നും പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നെ കർത്താവ് ഒരു ബെനഡിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എൻ്റെ ഉള്ളിൽ നിർബന്ധം തരും. ബെനഡിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ബെനഡിക്കിനെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. ബെനഡിക്കിൻ്റെ ഭവനത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് അത്ഭുതകരമായ വ്യത്യാസങ്ങളെ ചെയ്യാൻ പോവുകയാണ്. ഏറ്റെടുത്തു. ബെനഡിക്കിനെ കർത്താവിനാൽ അവൻ്റെ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി എന്ന് ഇറങ്ങുന്ന ഞാൻ കാഴ്ച കാണുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നപ്പോൾ ഇന്നെല്ലാവരും പ്രാർത്ഥിച്ച രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഇന്ന് തുടക്കത്തിൽ നമ്മൾ അത്ഭുതകരമായ സാക്ഷ്യം കേട്ടല്ലോ. യേശു ചെയ്യും. ആ മുഴ കർത്താവിനെ മാറ്റാൻ പറ്റുമെങ്കിൽ, ആ ബ്ലീഡിങ്ങിനെ, ബുദ്ധിമുട്ടിനെ മാറ്റാം. ഒരു വെള്ളം പോലും സിസ്റ്റർക്ക് നേരെ ചൊവ്വേ കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു, ആഹാരം പോലും നേരെ ചൊവ്വേ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇന്ന് ഭയം മാറിയത് കേട്ടു. ഇന്ന് സിസ്റ്റർ സരസാൻറ്റി പറഞ്ഞതുപോലെ ആ മിഷ്യൻ പോലും പ്രവർത്തിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ കഴിയുമെങ്കിൽ കൈവച്ചങ്ങോട്ട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ, ഞാൻ ഇന്ന് കുഞ്ഞല്ലെന്ന് പറ, ഞാൻ കർത്താവിൻ്റെ വചനം ഭക്ഷിക്കുന്ന മിടുക്കനായ ഒരു മകനും മകളുമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ എനിക്കൊരു കപ്പാസിറ്റി ഉണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ മിസ്സാക്കരുത് 2 കാര്യങ്ങൾ. ഒന്ന് സംസാരവും, 2 ചിന്ത. ഇത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ദൈവാത്മാവിനോട് ഈ ദിവസങ്ങളിൽ ഇടപെടുന്നതാണ്. അത് നമ്മൾ മസ്റ്റായിട്ട് മിസ്സാക്കരുത്. ഇവിടെയാണ് നമ്മുടെ എല്ലാ കാര്യം നടക്കുന്നത്. ഈ 2 സംഭവത്തിലാണ് നമ്മുടെ വിശ്വാസം വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലമാത്. എങ്ങനെ വിശ്വാസത്തിൽ വളരാനൊരു സംശയമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഓപ്പറേറ്റഡ് ആകുന്ന സ്ഥലമാണത് ചിന്തകൾ. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് ഇന്ന് കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൃപ നിറയുന്നല്ലോ.
ഒരു കവിത എന്ന് പറഞ്ഞ ഒരു സഹോദരി, കവിത എന്ന് പറഞ്ഞ ഒരു സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ കാണിക്കുന്ന കവിത എന്നാണ് പേര്. ആ ഒരു സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ പ്രാർത്ഥനയെ പങ്കുചേരുന്ന ഈ മൊത്തം, ഞാൻ മുഴുവനിലങ്ങ് പറയുന്നത്, സൂമ മാത്രമല്ല മൊത്തത്തിൽ പറയുക, ആ കവിത എന്ന് പറയുന്ന ഒരു സഹോദരിയുമായിട്ട് കൈ കൊടുക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുമായിട്ട് കർത്താവ് പറയുന്നു കവിതയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ കവിതയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു സ്പർശനം ഉണ്ടാകാൻ പോവുക. കവിതയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൂമിലുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും യൂട്യൂബിലേക്കുള്ളവർ നിങ്ങൾ വേഗത്തിലുണ്ടെങ്കിൽ വേഗത്തിൽ ഇങ്ങോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്ത് വരണം. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലിയ ആലോചനകളാൽ നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ്. ഞങ്ങളെന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആരാത്? കവിത ആരാണ്? എൻ്റെ ആങ്ങളയുടെ മോള്. ആ കവിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. കർത്താവ് പറയുന്നു ആ കവിതയെ അനുഗ്രഹിച്ച് ഒന്ന് കഴിയുമെങ്കിൽ ഈ പ്രാർത്ഥന കേൾപ്പിക്കുക, അല്ലെങ്കിൽ കവിതയുടെ പറ കവിതയെ ദൈവം നിന്നെ തൊടാൻ വേണ്ടി പോകുന്നു. കർത്താവ് പറയുന്നു ആ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുക. വീഴ്ചയിൽ നിന്നും ദൈവം ഉയർത്തും കേട്ടോ. അനർത്ഥം ഒഴിയാൻ പോവുക. വീട്ടിൽ നിന്ന് വലിയൊരു ദുഃഖവാർത്തയാകേണ്ട അവസ്ഥയിൽ നിന്നും ദൈവം ആ കുടുംബത്തെ വിടുവിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിച്ചോണം, അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. കവിത അറിയണം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, ബ്ലെസ് ചെയ്യുന്നപ്പ. യേശുവെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അങ്ങയുടെ പ്രവൃത്തി എന്ന് കൂടെ ഉണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായി ഞെരുക്ക അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് സാമ്പത്തികമായി ഞെരുക്ക അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഇന്ന് നിങ്ങൾ പറയേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഞെരുങ്ങേണ്ടവനല്ല, എൻ്റെ ദൈവം അബ്രഹാമിൻ്റെ ദൈവമാണ്, എൻ്റെ ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണ്, ആ ദൈവത്തെ ഞാൻ അപ്പാന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഞെരുങ്ങിപ്പോകേണ്ടവനല്ല. ബൈബിൾ സങ്കീർത്തനം പറഞ്ഞ് നീ വാരി വിതറി ദരിദ്രന് കൊടുക്കും. ആവർത്തന പുസ്തകം പറയുന്നത് നീ വായ്പ വാങ്ങത്തില്ല. വീണ്ടും പറയുന്ന യഹോവ നിൻ്റെ കളപ്പുരകളെയും നീ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ വചനങ്ങളൊക്കെ എൻ്റെ അവകാശമാക്കി തന്നിരിക്കുക. ഞാൻ ഞെരുങ്ങി, ദൈവം എന്നെ ഞെരുക്കി എന്ന് പറയാൻ വേണ്ടിയല്ല, ദൈവം എനിക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയാൻ വേണ്ടിയാണ്. കർത്താവ് തന്നെ പറഞ്ഞതുപോലെ നീ കൊടുക്കുന്നവനാ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, തലമുറകൾക്ക് വേണ്ടി ഭാരപ്പെടുന്നുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ തലമുറകളെ അവകാശമാക്കി പ്രാർത്ഥിക്കുന്നപ്പ. മദ്യപാനത്തിൻ്റെ ദുരാത്മകൾ കുടുംബത്തിൽ നിന്ന് വിട്ടുപോട്ടെ, നിരാശകൾ വിട്ടുപോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് ഇന്ന് അങ്ങടെ അത്ഭുതം ഉണ്ടാകട്ടെ. യേശുവിനെ, ഞാൻ റാണി എന്ന് പറഞ്ഞ സഹോദരി എൻ്റെ അകത്തുണ്ടെന്ന് എനിക്കറിയാം. റാണി സഹോദരിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ വലിയ ദൈവപ്രവൃത്തി ഇന്ന് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് എന്നെ കാണിക്കുന്ന ഈ ദിവസങ്ങളിൽ വലിയ ഒരു നന്മയുടെ വാതിൽ, പ്രത്യേകിച്ച് ഈ മിഷ്യനും തുണികളുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് പോലത്തെ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്യാൻ കർത്താവ് പോവുകയാണ്. അങ്ങനെ ഒരു ബിസിനസ് പോലെ കർത്താവിനെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വാതിൽ ദൈവം തുറക്കും. കർത്താവിൻ്റെ നാമത്തിൽ നന്മ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ റാണിക്ക് സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് പറഞ്ഞിട്ട് മേഴ്സിയുമായിട്ട് ദൈവം ബന്ധപ്പെടുത്താൻ വേണ്ടി പോവാണ്. മേഴ്സിയുമായിട്ട് കർത്താവ് കണക്ട് ചെയ്യാൻ പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു വഴിത്തിരിവുണ്ടാകട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള ആ രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈ എടുക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ഞാൻ രോഗം ചുമക്കേണ്ട ആളല്ലെന്ന് പറ. ആമേൻ. എപ്പോഴും ഓർത്തോണം, ഈ രോഗം എന്നുള്ളത് ദൈവം എനിക്ക് തന്നതല്ല. രോഗം എന്നുള്ളത് യേശു എൻ്റെ മേൽ നിന്ന് എടുത്തു മാറ്റിയതാ. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ ഒന്ന് പറഞ്ഞറിയാവുന്നവര് രോഗങ്ങളെ അവൻ വഹിച്ചു. ആമേൻ. യെശയ്യാ 53 വ്യക്തമായിട്ട് പറയാം. അതുകൊണ്ട് ചിലർക്കൊരു സംശയമുണ്ട്, ബ്രദറെ ഈ രോഗം ദൈവം തന്നതാണോന്ന്. രോഗം ദൈവം എന്തിനാ എടുത്തിട്ട് രോഗം തരുന്നത്? ഞാൻ എപ്പോഴും പറയാം, നമ്മൾ പഴയ നിയമവിശ്വാസികളല്ല, പുതിയ നിയമവിശ്വാസികളാണ്. പഴയ നിയമം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ പഴയ നിയമവിശ്വാസിയല്ല. ബൈബിളിൽ യേശു വന്നു. ഇവിടെ നിങ്ങൾ ഈ വാക്യം ഞാനിന്ന് കാണിക്കാൻ പലർക്കും ആരുടെയൊക്കെ ഉള്ളിലൊരു സംശയം വന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം ഒന്ന് കണ്ടേ, ആ വാക്യം ഒന്ന് വായിച്ച് 4 വായിച്ചേ. അവൻ മനുഷ്യരെ അല്ല, 4 വാക്യം മാത്രം. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. മതി, എന്റെ അർത്ഥം മതി. മതി. നീ മുഴുവൻ വായിക്കണ്ട, 2 വാക്ക് മാത്രം മതി. എൻ്റെ രോഗത്തെ അവൻ എടുത്തു, എൻ്റെ വേദനയെ ചുമന്നു. അപ്പം ഞാൻ ചുമക്കണോ?
നിങ്ങൾ പറ. വേണ്ട. ഞാൻ യേശുവിനെ സഹായിക്കണോ? ഞാൻ കർത്താവിനെ സഹായിക്കണോ? വേണ്ട. കർത്താവ് കുഴപ്പമില്ല, കർത്താവ് ഞാൻ ആ രോഗത്തെ കർത്താവ് എടുത്തും അടുത്തെങ്കിൽ ഞാൻ അങ്ങ് ചുമന്നോളാം എന്ന് പറഞ്ഞ് മേടിക്കേണ്ട കാര്യമില്ല. കർത്താവ് എടുത്താൽ ഞാൻ ചുമക്കേണ്ട കാര്യമില്ല. കർത്താവ് വഹിച്ചാൽ ഞാൻ വഹിക്കേണ്ട കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? യേശു വഹിച്ചു, യേശു ചുമന്നു. മത്തായിൽ പറഞ്ഞ അവൻ നമ്മുടെ വേദനകളെ വഹിച്ചു, നമ്മുടെ രോഗത്തെ എടുത്തു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ രോഗവും ചുമന്നുകൊണ്ട് ഞാൻ നടക്കുന്നത് എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല. യേശുവെ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞോണം. അങ്ങ് എടുത്തോ എന്നല്ല, അങ്ങ് എടുത്തു എൻ്റെ രോഗത്തെ. അങ്ങനെ പറയുമ്പോൾ എന്നാണെന്നറിയാവോ, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യത്തിൽ പ്രാപിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. ഈ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടു. ഈ സമയത്ത് ആർക്കെങ്കിലും നിങ്ങൾ പ്രാർത്ഥന വിഷയം പറയരുത്. ഈ സമയത്ത് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വാട്സാപ്പിലാണ്. ഈ സമയം പ്രാർത്ഥന വിഷയം പറയാൻ പോയാൽ സമയം നമുക്ക് നിൽക്കത്തില്ല. അതുകൊണ്ട് ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും ആലോചനകൾ ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, ചുരുക്കം വാക്കുകളിലേ പറയാവുള്ളൂ. ഉള്ളവർ നിങ്ങൾ സമയം ഒന്ന് കൺട്രോൾ ചെയ്ത് പറയണം. ഒത്തിരി നീണ്ടു പോകരുത്. എന്താണോ നിങ്ങൾക്ക് സംഭവിച്ചത്, എന്താണോ നിങ്ങൾക്ക് കേട്ടത്, അത് മാത്രം കഴിവതും പറയുക. എനിക്കറിയാം നിങ്ങൾക്ക് പറയാൻ വലിയ ആഗ്രഹമുണ്ട്, എക്സൈറ്റ്മെൻറ്റ് എനിക്കറിയാം. ഇത് കേൾക്കാൻ എനിക്ക് അതിനേക്കാൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് സമയത്തിൻ്റെ. അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉണ്ടോ പറയാൻ? പറഞ്ഞു 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 ശിവദറെ മ്യൂട്ട് ചെയ്ത് അത് ബ്രദറിനോട് ഞാൻ പറഞ്ഞു. രാവിലെ പ്രാർത്ഥിക്കുന്നത് പോയി ചെക്കപ്പ് ചെയ്തപ്പോ കുഴപ്പമില്ല. ഞങ്ങളെ ഭർത്താവ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. രാവിലെ ശിവദറെ പറഞ്ഞായിരുന്നു. അതെ, പെങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടി പറഞ്ഞായിരുന്നു. വലിയ ചെക്കപ്പിന് വേണ്ടി പോകുമായിരുന്നു. ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ദൈവം അത്ഭുതം ചെയ്ത് ചെക്കപ്പിൻ്റെ അടുത്ത് ഒരു കുഴപ്പമില്ല എന്ന് കേൾക്കാൻ ഇടയായി തീർന്നു. കർത്താവ് സൗഖ്യമാക്കിയ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വചന വിട്ട് വന്നിട്ടായിരുന്നല്ലോ ഇന്നലെ, വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടില്ല. സിസ്റ്റർ വീഡിയോ അല്ലത്, അത് ശരിക്കും പറഞ്ഞാൽ വചനമെല്ലാം ജോയിന്റ് ചെയ്തൊരു വീഡിയോ പോലെ ആക്കി വെച്ചേക്കുവാണ്. അതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അയച്ചെന്നല്ലോ, അത് കിട്ടിയില്ല. ഇല്ല, തന്നിട്ടില്ല. ഓക്കെ, അത് ഇന്ന് വന്നോളൂ. ഞാനിതെല്ലാം അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് ആയിരിക്കും സിസ്റ്റർ കിടക്കുന്നത് കേട്ടോ. ഞാൻ വന്നോളൂ കേട്ടോ. ഓക്കെ ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞു. ഓക്കെ, ഞാൻ സൺഡേ തൊട്ടിട്ട് എനിക്ക് വല്ലാത്ത തലവേദനയായിരുന്നു. മീൻസ് ഒരു പ്രോഗ്രാമിന് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ തൊട്ട് വല്ലാത്ത തലവേദന എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും തലവേദന മാറുന്നില്ലായിരുന്നു. അപ്പം സൺഡേയില് നൈറ്റ് മുതൽ മൺഡേ ഫുള്ള് കഴിഞ്ഞു, ട്യൂസ്ഡേ ഇന്നലെയും കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഈ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ആ ഒരു ബ്രദർ അത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, രോഗമുള്ളടുത്ത് കൈവച്ചോളാൻ പറഞ്ഞിട്ട്. ആ സെക്കൻഡിൽ ഞാൻ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഞാൻ അത്ര വരെ ഞാൻ നല്ലോണം വിഷമിക്കുമായിരുന്നു. എനിക്കൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അപ്പൊ കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ സെക്കൻഡിൽ കൈയെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് നിന്ന് കഴിഞ്ഞപ്പോഴേ എനിക്ക് അങ്ങനെ ഒരു ഫീലേ ഇല്ല. അത് ആ ഓൺ ദ സ്പോട്ടിൽ ആ തലവേദന പോയി. ഓൺ ദ സ്പോട്ടിൽ. എന്റെ മൈഗ്രെയിൻ ഓൾറെഡി അങ്ങനെ മാറിയതാണ്, പക്ഷെ ഇത് ഓൺ ദ സ്പോട്ടിൽ പെട്ടെന്ന് മാറി. ഏത് കാര്യം പറയുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ വചനം എന്ന മരുന്ന് മാത്രമേ കഴിക്കൂ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അപ്പൊ തന്നെ അത് മാറി. അപ്പൊ ദൈവത്തിന് നന്ദി. ആമേൻ സിസ്റ്റർ. തീർച്ചയായിട്ടും സാക്ഷ്യം പറഞ്ഞ പോലെ തന്നെ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ആ ഒരു സിംറ്റം പോലെ വന്നപ്പോൾ സിസ്റ്റർ തലവേദന മേൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ആ സെക്കൻഡിൽ, നിങ്ങൾ ശ്രദ്ധിച്ചോണം, സെക്കൻഡിൽ അത് മാറാനിടയായി തീർന്നു. കൃപയാൽ കർത്താവ് കൊടുത്ത ആ സൗഖ്യത്തിന് നന്ദി, ബലത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു സിസ്റ്ററെ. ഹലോ, പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു ബ്രദറെ, നാല് പറയേണ്ട നേരത്തെ നേരം വൈകി പരിശുദ്ധാത്മാവരോട് സോറി പറയാണ്. ഈ മാസം ഒന്നാം തീയതി ഞാൻ രാവിലെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ജോലി തുടങ്ങുന്നത്. അന്ന് ഞാൻ പുട്ടുണ്ടാക്കി ലാസ്റ്റ് സമയം ഇതായപ്പോ എന്റെ കൈമന്ന് പുട്ടും കുറ്റിയും വെള്ളം അടക്കം ഗ്യാസിന്റെ മുകളിൽ നിന്ന് തട്ടി കഴിഞ്ഞിട്ട് മറിഞ്ഞു വീണു. എന്റെ മകളും ഉണ്ട്, മകളുടെ കൊച്ചുവരെ എത്തിപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരു തുള്ളി പോലും വെള്ളം എൻ്റെ മേത്ത് വീണില്ല, ഒരു അപകടവും പറ്റിയില്ല. ദൈവത്തിന് സ്തുതി. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് ഞാനിവിടെ താഴേക്ക് തുണിയിടാനായിട്ട് ഇറങ്ങുമ്പോ വഴിക്കും കണ്ട് വഴിക്കെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ ദൈവം എന്നെ താങ്ങി തലടിച്ച് വീഴായിരുന്നെങ്കിൽ അതോടുകൂടി എന്റെ പണി കഴിയും. അത്ര വലിയൊരു വീഴ്ചയാണ് ഞാൻ വീഴുന്നത്. അത് പരിശുദ്ധാത്മാവിനെ സഹായിച്ചു.
ആമേൻ. തീർച്ചയായിട്ടും പ്രിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി എൻ്റെ ബ്രദർ പറയാനായിട്ട്, ഇന്നലെ എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് അസുഖം വന്നു. ഷുഗർ പറഞ്ഞു ഭയങ്കര വലിയ പ്രശ്നമായി. എന്നിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഇന്നലെ അവിടെ അഡ്മിറ്റാക്കി ഒരു ECG എടുത്തു. പിന്നെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അറ്റാക്കിൻ്റെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. കുറേ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു പിന്നെ വേറൊരു ഇഞ്ചക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ കെടുത്തി. ഇന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കെടുത്തി. അപ്പോൾ രാത്രി ഒരു 12 ഞാൻ ഇന്നലെ എനിക്ക് ഇത് പ്രയറിന് കൂടാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ രാത്രി 12:30 കഴിഞ്ഞ് കിടക്കുമ്പോൾ പ്രയർ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടാണ് കിടന്നത്. അതിനുശേഷം ഞാൻ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിന് ഭയാനകമായ ഒരു സ്വപ്നം ഞാൻ കണ്ടു. ഞാൻ പേടിച്ചു. പക്ഷെ ആ ശബ്ദം എൻ്റെ ഭർത്താവും കേട്ടു. ഒരു വലിയൊരു വന്യമൃഗം എൻ്റെ ശരീരത്തിലേക്ക് വന്ന് എന്നെ ആക്രമിക്കാനായിട്ട് വരും. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരം കിടന്നു. അത് കഴിയുമ്പോൾ പിന്നെ ഭർത്താവ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഭയങ്കര ശക്തമായിട്ട് വിയർത്താകെ കുളിച്ച് കിടക്കണം. ഞാൻ പേടിച്ചു. ആരുമില്ല കൂടെ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നോക്കിയപ്പോൾ പറഞ്ഞു, സിസ്റ്റർ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. ഞങ്ങൾ മാത്രം മുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. മുറിയിൽ ഞങ്ങൾ മാത്രമേ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. താഴേക്ക് ചെന്നപ്പോൾ ആരുമില്ല. രാത്രി 2:30 മണി. താഴെ മറ്റേ എല്ലാ മുറികളിലും നോക്കിയപ്പോൾ നഴ്സുമാരും കാണാനില്ല, ആരും കാണാനില്ല. ഞാൻ ഒരു കുപ്പി വെള്ളം താഴേന്ന് നിറച്ചും കണ്ടിട്ട് പിന്നെ ഞാൻ യേശുവിനെ വിളിച്ചും കണ്ടാണ് ഞാൻ പോണത്. ഞാൻ പ്രാർത്ഥിച്ച് പിന്നെ മുകളിലേക്ക് കയറി 2 സ്റ്റെപ്പ് കയറണം. അങ്ങനെ കയറി വന്ന് കണ്ടിട്ട് ഞാൻ പിന്നെ നോക്കിയപ്പോൾ ആളെ കാലൊക്കെ വിറച്ചിരിക്കുന്നു. വയർത്ത് ആകെ കുളിച്ചു. പിന്നെ ഞാൻ വീണ്ടും അരമണിക്കൂർ പിന്നെ ഞാൻ നോക്കി. ഞാൻ നേഴ്സുമാരെയാണ് ഞാൻ നോക്കണത്. എന്നിട്ട് ഒരു അനക്കവും ഇല്ല, ഡോക്ടറും ഇല്ല, ആരുമില്ല. പേടിച്ച് വീണ്ടും ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോയി. അവിടെ ഒക്കെ ചെന്ന് നോക്കി. ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു. 2:30 മണി സമയമല്ല, ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല. മഴ പെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. ഞാൻ പേടിച്ചു. ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ വിശ്വാസത്തോടുകൂടി ഞാൻ മുകളിൽ കയറി വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തലയിൽ കൈവച്ചു, കാലുമലെല്ലാം കൈവച്ച് നിങ്ങോട്ട് ഞാൻ ഈ വചനങ്ങൾ, സൗഖ്യത്തിനുള്ള എല്ലാ വചനങ്ങളും പറഞ്ഞ് എനിക്കറിയാവുന്ന എല്ലാ വചനങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ച് ശ്വാസിച്ചു. ദുരാത്മാവിനെ ശ്വാസിച്ചു, പ്രാർത്ഥിച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളങ്ങനെ തന്നെ കിടന്ന് സുഖമായിട്ട് ആള് കിടന്നുറങ്ങി. 6:30 ആയപ്പോഴാണ് നേഴ്സുമാരകത്ത് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, രാത്രി നിങ്ങൾ വിളിച്ചിട്ട് ഒരാളും അവിടെ കാണാനില്ല, ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല, 2 പ്രാവശ്യം താഴേക്ക് ഇറങ്ങി വന്നു. ആൾക്ക് ഇന്നലെ രാത്രി ഭയങ്കര വിഷമായിരുന്നു. ഡോക്ടറും ഇല്ല, നിങ്ങൾ ആരും ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ 2 മണി വരെ അവിടെ ഡ്യൂട്ടി റൂമിലുണ്ടായിരുന്നു, അതേ ഞങ്ങൾ പോയി കിടന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, നന്നായി, ഇത്ര സീരിയസ് ആയിട്ടുള്ള കൊടുന്നിട്ടുള്ള ആളെ കൊന്നിട്ട് ഞാൻ അവരോട് ഞാൻ 2-3 പ്രാവശ്യം സിസ്റ്റർ ആൻറ്റി കേട്ടല്ലോ. ആൻറ്റി പറഞ്ഞ സാക്ഷ്യം ഇതാണ്. ഈ ദിവസങ്ങളിൽ വലിയൊരു അനർത്ഥത്തിൽ നിന്ന് 2 തവണ കർത്താവ് വിടുവിച്ചത് മാത്രമല്ല, ഹസ്ബൻഡുമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ആരെയും കിട്ടിയില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, തന്നെ കൈവച്ചു പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കൃപയാൽ അബദ്ധം അനർത്ഥം ഒന്നും വരാതെ കർത്താവ് സൂക്ഷിച്ചു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത് കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചോണം, വചനം പറഞ്ഞങ്ങ് കൽപ്പിച്ചോണം. ഇനിയും കർത്താവ് ഇന്ന് പറഞ്ഞത് ദൈവം സൂക്ഷിച്ച സാക്ഷ്യമാണെങ്കിൽ നാളെ ദൈവം എന്നിലൂടെ ചെയ്ത സാക്ഷ്യങ്ങൾ പറയുവാൻ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കും, ധൈര്യപ്പെടുത്തും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിന്നെ കവിത ഒരു മിനിറ്റ്. കവിത എന്ന് പറഞ്ഞ എന്റെ വക്കീലിന്റെ പേരാണ്. കവിത ഞങ്ങളുടെ വഴി സംബന്ധമായ കേസ് വക്കീല്. ഓക്കെ, കേസുമായിട്ട് ഞാൻ പറഞ്ഞില്ല, വസ്തു സംബന്ധമായിട്ട് കേസുള്ള 3 പേരെയാണ് കർത്താവ് ശ്രദ്ധിച്ചത്. ഒന്ന് കുറച്ചു മുമ്പേ ഒരു സഹോദരി പറഞ്ഞായിരുന്നു. അതെ, കുറച്ചു മുമ്പ് ഒരു സഹോദരി അത് പറഞ്ഞായിരുന്നു. അത് ഏറ്റെടുത്തു കേട്ടോ. വസ്തു സംബന്ധമായ വിഷയങ്ങളൊക്കെയും കർത്താവ് തൊടുവാണ്. അത് യേശുവിൻ്റെ നാമത്തിൽ അത് സെറ്റിലാവുകയാണ്. ഈ വർഷം തീരുന്നതിൻ്റെ അകത്ത് തന്നെ അതിന്റെ റിസൾട്ട് കാണും കേട്ടോ. ആമേൻ. കർത്താവ് അത് ചെയ്യും.
പറഞ്ഞു പ്രൈസ് ദി ലോർഡ് ബ്രദർ. പറഞ്ഞു. എന്റെ പേര് മിനിയാണ്. ഹസ്ബൻഡിന്റെ പേര് ഷാജി. ബ്രദർ പറഞ്ഞായിരുന്നല്ലോ ജൂലൈ 18 ഒരു വിശാലത വരുമെന്നേ. തീർച്ചയായും. സിസ്റ്ററുടെ ഹസ്ബൻഡിന്റെ പേരാണോ? അതെ അതെ. ഞാൻ സിസ്റ്റർ ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക്? അതെ അതെ. ഞാൻ യൂട്യൂബിനകത്ത് ഈ മെസ്സേജ് ഇങ്ങനെ കിടക്കുന്ന കണ്ടു. അന്നേരം ഞാൻ ഇത് സെർച്ച് ചെയ്തപ്പോഴേ പിന്നെ എനിക്ക് ലിങ്ക് കിട്ടിയില്ലായിരുന്നു. ഞാൻ സെർച്ച് ചെയ്ത് പിന്നെ ഫേസ്ബുക്ക് വഴി എനിക്ക് ലിങ്ക് കിട്ടി. ഞാൻ അങ്ങനെ ഇന്ന് കയറിയതാണ് ആദ്യമായിട്ട്. ഓക്കെ, എന്നോട് സിസ്റ്റർ കോണ്ടാക്ട് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും കർത്താവ് സിസ്റ്ററുടെ ജീവിതത്തിൻ്റെ കഥ ഡേറ്റ് എഴുതി വെച്ചോണം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടാൻ പോകണം. എഴുതി വെച്ചോണം ഡേറ്റ്. വലിയൊരു അടയാളത്തോടു കൂടെ ദൈവം പ്രവർത്തിക്കും. കർത്താവിൻ്റെ കൃപയാൽ കൂട്ടായ്മ ആചരിക്കുക, വചനത്തിൽ ബലപ്പെടുക. കർത്താവ് അത് മുഴുവനും അത്ഭുതമാക്കി മാറ്റും. കേട്ടോ? ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, ജൂൺ 1 കർത്താവ് ബ്രദറിലൂടെ ഇടപെട്ടായിരുന്നു. ജോൺ എന്ന വ്യക്തിയുടെ ഭവനത്തിന്റെ എതിർവശത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന റൂമിലിരുന്ന് ഒരു നിരാശയിൽ നിന്ന് വിടുവിക്കുന്നെന്ന് പറഞ്ഞ് അത് ഞാനന്ന് ഏറ്റെടുത്തായിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെ ജോലിയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ സൗദി വന്നിട്ട്. പക്ഷെ അത് ആ ഒരു നിരാശയിൽ നിന്ന് ജൂൺ 3 ദൈവം ഞങ്ങളെ രക്ഷിച്ചു. തിരിച്ചു പോണോന്ന് പറഞ്ഞ് ഇരുന്നയായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് അത് ഞങ്ങൾക്കത് നേരെയായി വന്നു. ഇപ്പം ജോലിക്ക് ഒരു പ്രശ്നവും ഇല്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവത്തിന് ഞാൻ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. അതായത് ജൂൺ 1 സിസ്റ്റർ ഇത് കേൾക്കുന്നല്ലേ? അതെ. ജൂൺ 1 കേൾക്കുന്ന സമയത്ത് സിസ്റ്റർ ആദ്യമായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് അന്ന് കയറിയത്? ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉള്ള ആളാ. ഞാൻ എല്ലാ ദിവസവും കേറത്തില്ലെങ്കിലും എനിക്ക് ടൈം ഉള്ളപ്പോഴെല്ലാം ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് കയറുമായിരുന്നു. ജൂൺ എന്ന് പറയുന്ന ആരായിരുന്നു? ജൂൺ 1 കേട്ട ആലോചന. ഓക്കെ, സിസ്റ്റർ കേട്ടതാണ്. 1 കേട്ടതാണ്. 1 സിസ്റ്റർ എന്നാ കേട്ടത്? ക്ലിയർ ആയില്ല. ജോൺ എന്ന വ്യക്തിയുടെ ഭവനത്തില്. ഓക്കെ, ജോൺ. അത് തന്നെ. ഓക്കെ, എനിക്ക് രണ്ടും കൂടെ മിക്സ് ആയിപ്പോയി. ജൂൺ 1 ജോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ജൂൺ 1 ജോൺ എന്ന്. അപ്പൊ ജോൺ ആരാ? അത് റൂമിലിരുന്ന് പ്രാർത്ഥിക്കും. ജോൺ എന്റെ ഫാദർ ഇൻ ലോയാ. ആ വീട്ടില് എതിർവശത്തിരുന്ന് ഒരു സോഫ സെറ്റിയുടെ എതിർവശത്തെ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുടെ നിരാശ. എന്റെ അവിടുത്തെ മമ്മി എപ്പോഴും ആ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്ന. എന്നും ഒരു വിഷമമായിരുന്നു. മകൻ തിരിച്ചു വരുമോ എന്ന്. ഞങ്ങളെല്ലാം അത് ഭയങ്കര വിഷമമായിരുന്നു. ഞാനിപ്പോ സൗദിയിലാണ് ഉള്ളത്. അപ്പൊ തിരിച്ച് നാട്ടിലോട്ട് പോകുമെന്നുള്ള ഒരു വിഷമമായിരുന്നു. പക്ഷെ അത് അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോ ഞങ്ങളത് ഏറ്റെടുത്തായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ എന്റെ വീട്ടിലാ അതുള്ളതെന്ന്. സിസ്റ്റർ അത് ഏറ്റെടുത്തായിരുന്നു. അതായത് അന്നത്തെ സൂം പ്രയറിൽ ഞാനത് പറഞ്ഞായിരുന്നു. ഓക്കെ, അതായത് ജൂൺ 1 ജോൺ എന്ന് പറയുന്ന ആളുടെ വീട്ടിനകത്തിരുന്ന് ഒരാൾ സോഫയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട്. ആ വ്യക്തിയുടെ പ്രാർത്ഥന വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്യുന്നുള്ള വാക്കായിരുന്നു അല്ലേ? അതെ. സ്വോത്രം. കർത്താവ് എത്രത്തോളം കാണുന്നുണ്ട്. എല്ലാവരും ആമേൻ പറഞ്ഞോട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1 സിസ്റ്റർ ആലോചന കേൾക്കുവാണ്. 1 ആലോചന കേട്ട് എങ്ങനെയാണ്? എന്നാൽ ജൂൺ 1 മെസ്സേജാണ്. എൻ്റെ സിസ്റ്റർ കേൾക്കുവാണ്. ജോണിൻ്റെ ഭവനത്തിലിരുന്ന് സോഫ സെറ്റിയിലിരുന്ന് ഒരു മുറിക്കകത്തിരുന്ന് ഒരാളിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുടെ പ്രാർത്ഥന വിഷയത്തെ കർത്താവ് തൊടുന്നു. ആലോചന കേട്ടപ്പം സിസ്റ്റർ അത് ഏറ്റെടുത്തു. 3 തന്നെ ഹസ്ബൻഡ് തിരിച്ച് നാട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞ വിഷയമായിരുന്നു. പക്ഷെ 3 കർത്താവ് തൊട്ടു. യേശുവിൻ്റെ നാമത്തിൽ ആ ജോലി ദൈവം അവിടെ ഉറപ്പിച്ചു കൊടുത്തുള്ള സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. ആമേൻ. സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു ആലോചന ആരും പറയുന്നില്ലേ? ആമേൻ. കർത്താവ് അനുഗ്രഹിക്കേണ്ടത് വലിയ സാക്ഷ്യം തന്നെയാണ്. കർത്താവ് ആലോചന ഏറ്റെടുത്ത്, സിസ്റ്റർ പറഞ്ഞു കേട്ടായിരുന്നു, ആലോചന ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിനത്തിൽ ഏറ്റെടുത്തോ. നിങ്ങളുടെ മേലത് വരികയാണ്. ബ്ലോക്കുകളെ മാറുകയാണ്. അവകാശങ്ങൾ വെളിപ്പെടുകയാണ്. രാജ്യങ്ങളുടെ നന്മയെ തലമുറകളുടെ മേലിൽ നിന്നും കുടുംബത്തിൽ നിന്നും റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിച്ചു. നന്മ തുറക്കട്ടെ. ആമേൻ. ആ ബ്ലോക്കുകൾ മാറട്ടെ. ഒരു വസ്തുവിന്റെ വിഷയം എനിക്കും ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്ന. 7 സെന്റ് സ്ഥലത്തിന്റെ കാര്യം ബ്രദർ പറഞ്ഞായിരുന്നു. ഏറ്റെടുത്തു. ഈ ദിവസങ്ങളിൽ
അതെ അതെ, ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറഞ്ഞ 3 പേരുണ്ടായിരുന്നു. അതിൻ്റെ മേൽ കർത്താവ് അത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് വിഷയത്തിൻ്റെ മേൽ നീക്കുപോക്ക് ചെയ്യാൻ പോലെ ഇത് ഇന്ന് സിസ്റ്റർ സൗകര്യ സാക്ഷ്യം പറഞ്ഞ പോലെ ഏറ്റെടുത്തു. ആലോചന പറഞ്ഞപ്പോൾ ഞാൻ യേശുവിനെ അതിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞോണം. അങ്ങനെയെങ്കിൽ കർത്താവ് ആ വിഷയത്തിൻ്റെ മേൽ ഇടപെടും. അതിൻ്റെ റിസൾട്ടുകൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്കും ഈ സ്ഥലത്തിന് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് എനിക്കും വിഷയങ്ങളുണ്ട്. ഞാൻ എടുത്തു ഏറ്റെടുത്തിരിക്കുന്നു യേശുവിൻ്റെ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ. ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. ആരൊക്കെയെന്ന് വെച്ചാൽ ഏറ്റെടുത്തു. അതിൻ്റെ മേൽ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ആമേൻ. കേൾക്കാവോ? പറഞ്ഞു. ഞാൻ കയറാൻ തുടങ്ങിയിട്ട് മെയ് 13 തൊട്ടാണ് കയറാൻ തുടങ്ങിയത്. അപ്പം ചില ദിവസങ്ങളിലൊക്കെ ഡിസ്ട്രാക്ഷൻ ഉണ്ട്. കയറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സാലി എന്ന് പറയുന്ന ഒരാളുടെ കാര്യം പറഞ്ഞായിരുന്നു. അതായത് മെയ് 13-ന് 20-ന് ഇടയ്ക്കാണ് ബ്രദർ ഇത് പറഞ്ഞത്. ആ സാലി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരത്തേക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ബ്രദർ പറയുന്നുണ്ടായിരുന്നു ഈ പുള്ളിക്കാരത്തി ആ അസുഖത്തേക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് തലമുറ അടുത്തില്ലല്ലോ, അന്ന് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടിയിരിക്കും. അത് ശരിയാണ്. മക്കൾ രണ്ടുപേരും, ഒരാൾ അമേരിക്കയിലാണ്. ആ പുള്ളിക്കാരന് എന്തോ ഫാമിലി ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട്. മോള് UAE-യിലാണ്, മക്കളുണ്ട്, മോള് വരാൻ സാധിക്കത്തില്ല. അപ്പൊ ഈ പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യാൻ കുറച്ച് സമയം ഞാൻ എടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയാൻ. ഇപ്പം ഇന്നാണ് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത്. പുള്ളിക്കാരത്തി ഇപ്പൊ ഒത്തിരി ആശ്വാസമുണ്ട്. വലിയൊരു ചികിത്സയിലാണ്. ഒത്തിരി കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം അറ്റൻഡ് ചെയ്തു. ഇന്ന് ഒരു ഫാമിലി ഗ്യാതറിങ്ങിന് പോയി. അപ്പൊ പുള്ളിക്കാരത്തിക്ക് ഒത്തിരി സൗഖ്യമുണ്ട്. ബ്രദർ പറഞ്ഞ് ശരിയാണ്. ഞാൻ ഈ സാക്ഷിയോടെ പറഞ്ഞില്ലെങ്കിൽ ബ്രദറിനോടും കൂടി വരുന്ന എല്ലാവരോടും ചെയ്യുന്ന ഒരു തെറ്റാണ്. അതുകൊണ്ടാണ് ഇത് ഏറ്റു പറഞ്ഞത്. അപ്പൊ എന്നോട് ക്ഷമിക്കണം താമസിച്ചത്. മെയ് 13-ന് 20-ന് ഇടയ്ക്കായി സാരിയുടെ കാര്യം പറഞ്ഞു. സാരി എന്ന് പറയുന്നത് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ തീർച്ചയായിട്ടും അന്ന് ആ ദിവസം തന്നെ ഒരു രാജുവിന്റെ പേര് പറഞ്ഞു. ആ രാജു എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ട് പറഞ്ഞായിരുന്നു 56 വയസ്സിന് മേലുള്ള ആളാണ്. ശരിയാണ്, അങ്ങനെ ഒരാളെ എനിക്ക് പരിചയമുണ്ട്. അവരുടെ കുടുംബത്തിനും പ്രശ്നങ്ങളും അവരുടെ പേഴ്സണൽ ജീവിതത്തിനും എന്തോ നൈത്യതകളോ പൈശാചിക ബന്ധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും ഓർത്ത് പ്രാർത്ഥിക്കണം. ഇങ്ങനൊരു അവസരം കിട്ടിയ ദൈവത്തിനോട് നന്ദി പറയുന്നു. ബ്രദർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്നു എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനം വ്യക്തമായിട്ട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സൂചിപ്പിച്ച സിസ്റ്റർ, ഞാനൊന്ന് സിസ്റ്ററോട് പറയാം. സിസ്റ്റർ അൽഫോൻസ അവർ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മെയിലാണ് സിസ്റ്റർ ആലോചന കേൾക്കുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ദൈവാത്മാവ് ഇടപെട്ടതാണ് ആ വിഷയങ്ങൾ. കർത്താവ് എന്നാൽ ഇത്രയും ലേറ്റ് ആയത്. എന്നാൽ സിസ്റ്റർ പറഞ്ഞല്ലോ ഒരു കാര്യം, നമ്മൾ സാക്ഷ്യം പറയുന്നതിലാണ്. ദൈവനാമ മഹത്വത്തിന് നമ്മളെപ്പോഴും സാക്ഷ്യം പറഞ്ഞതുപോലെ കർത്താവ് ആലോചന ഇടപെട്ടതുപോലെ തന്നെ ആ സഹോദരി മക്കളെ ഓർത്തിട്ട് രോഗത്തേക്കാൾ ദൈവാത്മാവ് വെളിപ്പെട്ട് രോഗത്തേക്കാൾ ഭാരത്തിരിക്കുവാണ്. കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ സിസ്റ്റർ കേട്ടോണം, ഉത്സവർ കേട്ടോണം. ആ മകളെ വിളിച്ച് പറയണം, യേശു സൗഖ്യമാക്കും. ക്യാൻസർ യേശു വഹിച്ചതാണ്. യേശുവിൻ്റെ മുറിവിൽ സൗഖ്യമുണ്ടെന്ന് ബലപ്പെടുത്തിക്കോണം. കർത്താവിനാൽ സൗഖ്യമുണ്ടാകും കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകം കർത്താവ് സിസ്റ്ററിനെ ഇട്ടിട്ടുണ്ട്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു അഭിഷേകമുണ്ട്. അത് ജ്വലിപ്പിച്ചോണം, പ്രാർത്ഥിച്ചോണം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ റിസൾട്ടുകൾ കാണാൻ പറ്റും കേട്ടോ. അൽഫോൺസ് സൗകര്യം ഏറ്റെടുത്തോണം. അത് ലിങ്ക് അയച്ചു കൊടുക്കുക മാത്രമല്ല, അവരെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോളൂ. ചെയ്തു അധികം പ്രാർത്ഥന നീട്ടുമൊന്നും വേണ്ട. യേശുവെ അങ്ങ് പ്രിയ ഇന്നയാളുടെ മുറിവ് രോഗത്തെ വഹിച്ചതാണല്ലോ, ക്രൂശിൽ മുറിവേറ്റത് ഈ മകളുടെ സൗഖ്യത്തിന് വേണ്ടിയാണല്ലോ, അത്രയും മതി. അങ്ങനെ പ്രാർത്ഥിച്ചോണം. കർത്താവ് റിസൾട്ടുകളെ ചെയ്യും. പ്രാർത്ഥനയുടെ വലിയൊരു അഭിഷേകം കിടപ്പുണ്ട്. അത് ജ്വലിപ്പിച്ചോണം കേട്ടോ. ആമേൻ. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. ഞാൻ റാണിയാണ്. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ റാണി എന്നാണ് പേര്. എന്റെ പേര് പറഞ്ഞായിരുന്നു. അത് ഞാൻ തീർച്ചയായിട്ടും സിസ്റ്റർ അത് ഏറ്റെടുത്തു. കർത്താവ് അത് കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ചില കണക്ഷനുകളെ തരാൻ വേണ്ടി പോവാണ്. നന്മയുടെ വാതിലിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്തു. ഈ ദിവസം പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ ഏറ്റെടുത്തു. വലിയൊരു വിശാലത ദൈവം തരാൻ പോവാണ്. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതുവരെ കാണാത്ത ചിലത് കർത്താവ് കാണിക്കും കേട്ടോ. ഇതുവരെ കാണിക്കാത്ത ചിലത് കർത്താവ് കാണിക്കും. എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ 3 വ്യക്തികളുമായിട്ട് ബന്ധപ്പെടേണ്ടത് നിഷ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കാണുന്നുണ്ട്. നിഷ, അങ്ങനെ ഒരാൾ ഈ 3 വ്യക്തികൾക്കകത്ത് നിഷ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു കൈകൊടുപ്പ് എന്നൊരവസ്ഥ കാണിക്കുന്ന കൈകൊടുപ്പ് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ ഇടയായിത്തീരും. വലിയൊരു ചേഞ്ചിലേക്ക് ദൈവം കൊണ്ടുപോകും കേട്ടോ. ആ പേര് എഴുതി വെച്ചോ കേട്ടോ. നിഷ എന്ന് പറഞ്ഞ ആ പേരെഴുതി വെച്ചോ കേട്ടോ. ദൈവം പ്രവർത്തിക്കും.
കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ധൈര്യമായിട്ട് ഈ കൂട്ടായ്മ ആചരിക്കണം. എല്ലാവരും ഞാൻ പറയും, നിങ്ങൾ കേട്ട ആ വഴിക്ക് പോകരുത്. ആലോചനകൾക്ക് നമുക്ക് ബലം കിട്ടണമെങ്കിൽ വചനവും പ്രാർത്ഥനയും ആവശ്യമാണ്. കർത്താവ് സഹായിക്കട്ടെ. നിർബന്ധിക്കുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തോന്നണം. ഞാൻ നിർബന്ധിച്ച് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നാൽ ഈ പശുവിനെയും കാളനെയൊക്കെ നമ്മൾ കയറെ കൊണ്ടിരുന്നവരെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. മൂക്കയറിട്ട് നമ്മുടെ ഉള്ളിൽ വേണം, എനിക്ക് അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് എൻ്റെ സ്ഥിതി മാറണം, എനിക്ക് എൻ്റെ യേശുവിൻ്റെ സാക്ഷിയാകണം എന്ന ബോധം നമ്മുടെ അകത്ത് വരണം. എല്ലാവരോടും കൂടി ഞാൻ പറയുന്നത്, ഒരാളോടല്ല, എല്ലാവരോടും ഞാൻ പറയുന്നത് അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരാൻ. കർത്താവിന് കൃപ. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? നമ്മുടെ പാർട്ടിസിപ്പേഷൻ 200 ഉണ്ടായിരുന്നു. ഒരു 10 മണി 9:30 കഴിഞ്ഞപ്പോ കേട്ടില്ലേ സിസ്റ്ററെ? 200 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു നമുക്ക് 9:30 കഴിഞ്ഞപ്പോ. വർദ്ധിക്കട്ടെ സിസ്റ്ററെ. കർത്താവിന്റെ മണിയാവാറായപ്പോ. പാസ്റ്ററെ, ഞാൻ ഇന്ന് ആദ്യമായിട്ട് കയറുവാണേ. അതെ, തീർച്ചയായിട്ടും. ബ്രദറെ, ഞാനിന്ന് ആദ്യമായിട്ടാ കയറുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ ലിങ്ക് കിട്ടിയത്. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. പ്രാർത്ഥിക്കണം ബ്രദറെ. ഞാൻ എന്റെ ഒരു സാക്ഷ്യം കേൾക്കാമോ ബ്രദറെ? പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാനും ഒരാഴ്ചയായുള്ളൂ ഈ പ്രയർ സൂമിൽ കയറാൻ തുടങ്ങിയിട്ട്. കാരണം ഞാനിങ്ങനെ 2-3 ദിവസം അതിനു മുമ്പ് ഒരു 2-3 ദിവസമായിട്ട് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. ദൈവമേ, എനിക്കൊരു കൂട്ടായ്മ എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ യൂട്യൂബിൽ എന്തെങ്കിലും നല്ല മെസ്സേജ് വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയ സമയത്താണ് ബ്രദറിന്റെ ഈ ഒരു പ്രയർ ഞാൻ കണ്ടെങ്കിലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്നാലും അതങ്ങ് ഞാനങ്ങ് തന്നെ അതങ്ങ് മാറ്റിവിട്ടെങ്കിലും വീണ്ടും അത് തന്നെ എന്റെ മുമ്പിൽ വന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഓപ്പൺ ആക്കി അത് നോക്കിയപ്പോൾ എനിക്കത് ഒത്തിരി ഇങ്ങനെ ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ പിന്നെ മെസ്സേജ് ഇട്ട ലിങ്ക് എടുത്ത് ഞാൻ ഒരാഴ്ചയായുള്ളൂ ഈ പ്രയറിൽ കയറാൻ തുടങ്ങിയിട്ട്. ഒരു 2 വർഷത്തോളമായി എനിക്കാണെങ്കിൽ എൻ്റെ ബോഡി എല്ലാം ഭയങ്കരമായിട്ട് പെയിൻ ആയിരുന്നു. അങ്ങ് ഇടിച്ചു നുറുക്കുന്ന ആരോ എന്നെ അങ്ങ് ഞെരുക്കുന്ന പോലുള്ള ഒരു വേദനയായിരുന്നു. എനിക്ക് എൻ്റെ വീട്ടിലെ ജോലി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ കട്ടിൽ കിടന്ന് ഞാൻ നിലവിളിച്ചിട്ടുണ്ട്, കർത്താവേ ഞാൻ എന്തുവാ ചെയ്യുന്നത്? എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ നോക്കാനോ കുഞ്ഞുങ്ങളെ നോക്കാനോ അവർക്ക് സമയത്തിന് ഫുഡ് വെച്ച് കൊടുക്കാനോ അവർ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ച് ഞാൻ നിലവിളിച്ചു പോയ ദിവസങ്ങളുണ്ട്. അങ്ങനെ ഞാൻ അറിയില്ല, എനിക്ക് ഈ ഒരാഴ്ച ഞാൻ അന്ന് തൊട്ട് ആ വചനങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരാഴ്ചയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ശരീരത്തിന് ഭയങ്കരമായിട്ട് വിടുതൽ, എൻ്റെ ആ വേദന മാറി. എനിക്കിപ്പോൾ എനിക്കൊരു രാത്രി 10 മണി ആകുമ്പോഴൊക്കെ ആയിരിക്കും ഞാൻ കുളിക്കുന്നത് പോലും. എനിക്ക് കുളിക്കാൻ പോലും എണീറ്റ് കുളിക്കാനൊന്നും വയ്യ. എനിക്കങ്ങ് മടിച്ച് ഞാനങ്ങ് കിടക്കും. ഇപ്പോഴാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് 6 മണിക്കൊക്കെ പ്രയർ ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ 4 മണി ആകുമ്പോഴേ എൻ്റെ ജോലിയെല്ലാം തീർത്ത് എനിക്ക് കുളിച്ചെല്ലാം ഒരുക്കി എനിക്ക് ഈ പ്രയറിന് വന്നിരിക്കാൻ തക്കോണം ദൈവം എനിക്ക് കൃപ ചെയ്തു. ദൈവം എനിക്ക് വലിയ അത്ഭുതത്തെ മേൽ ചെയ്തു. പിന്നെ അതുപോലെ ഞാൻ പിന്നെ ബ്രദറിനെ ഞാനൊന്ന് വിളിച്ചിരുന്നു. എൻ്റെ മോളുടെ വിഷയത്തിന്മേൽ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടിരിക്കുക. എൻ്റെ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ സൗകര്യം. എനിക്ക് പ്രയർ റിക്വസ്റ്റ് ആണെങ്കിൽ വാട്സാപ്പിലേക്ക് അയക്കണം കേട്ടോ. നമ്മൾ പ്രാർത്ഥന ഞാൻ പ്രയർ റിക്വസ്റ്റ് ഞാൻ ഇട്ട് തന്നായിരുന്നു. ഞാൻ 1-2 പ്രാവശ്യം വിളിക്കുകയും ചെയ്തു. എനിക്കിപ്പം റിപ്ലൈ കിട്ടിയില്ല. അപ്പൊ എന്റെ മോളുടെ വിഷയത്തിന്മേൽ ഞങ്ങൾ ഒത്തിരി അതുപോലെ ഭാരപ്പെട്ടിരിക്കുകയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കും സിസ്റ്റർ. അത് മാത്രമല്ല, ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് ആൾക്കാർക്ക് നിങ്ങൾക്ക് ലേറ്റായിട്ട് ഞാൻ മറുപടി തരുന്നതല്ല, ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥന റിക്വസ്റ്റുകൾ വന്ന് കിടക്കുന്നതുകൊണ്ട് എൻ്റെ ടൈം അനുസരിച്ചാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കി റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ലേറ്റ് ആകുന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നോക്കാത്തതാണെന്ന് ചിന്തിക്കരുത്. റിപ്ലൈ തരാൻ ലേറ്റ് ആകുന്നതായിരിക്കും. എന്നാലും കുഴപ്പമില്ല. യേശുനാഥ് കർത്താവ് ഞാൻ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഇന്ന് സിസ്റ്റർ പറഞ്ഞ സാക്ഷി ഞാനൊന്ന് എടുത്ത് പറഞ്ഞോട്ടെ. 2 വർഷമായിട്ട് സിസ്റ്റർ പറയുന്നു ശരീരത്തിൻ്റെ അകത്തല്ലേ സിസ്റ്റർ വേദനയാൽ ഭാരപ്പെടുന്നു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സന്ധ്യയാകാൻ 10 മണിയാകാൻ കുളിക്കുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ അകത്ത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാത്ത വേദനയായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കർത്താവിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങി. ഞാൻ പലപ്പോഴും പറഞ്ഞു, നമ്മൾ യൂട്യൂബിലൊക്കെ ഈ പ്രാർത്ഥന കാണുമ്പം നിങ്ങൾ ഓർക്കുന്ന ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ദൈവം നിങ്ങളെ കൂട്ടിമുട്ടിക്കും. നമ്മളെല്ലാവരെയും കർത്താവ് കൂട്ടിമുട്ടിക്കുന്നത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ദൈവം നമ്മളെ കൂട്ടിമുട്ടിക്കുന്നത് വലിയൊരു വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. ഞാൻ ആരെയും നോക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആരെയും നോക്കത്തില്ല. കാര്യം എൻ്റെ ഉള്ളിൽ ഞാനൊരു കാര്യം പറയാം. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി യേശുവിനെ ആശ്രയിക്കുക. നമുക്ക് യോശുവയെ പോലെ നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. മനസ്സിലാവുന്നുണ്ടോ? യോശുവ മോശയ്ക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്. മോശയ്ക്ക് 40 രാവും 40 പകലും ദൈവമായിട്ട് ബന്ധമുണ്ട്. യോശുവയ്ക്ക് ബന്ധമുള്ളത് ദൈവമായിട്ട് യോശുവ സംസാരിക്കുന്ന മുഴുവൻ മോശയാണ്. താഴെയാണെങ്കിൽ ജനം വിഗ്രഹത്തെ ഉണ്ടാക്കി അവിടെ ആരാധിക്കാൻ റെഡിയായിട്ട് നിൽക്കും. പക്ഷേ ഇതിൻ്റെ നടുവിൽ യോശുവയ്ക്ക് ഒരു കാര്യം, എനിക്ക് കനാൻ അവകാശം വേണം.
എനിക്ക് കനാൻ വേണം. യോശുവ ആരെ നോക്കിയില്ല. അതേപോലെ ആയിരിക്കണം ഒരു വിശ്വാസി അങ്ങനെ ആയിരിക്കണം. കർത്താവുമായിട്ടുള്ള ബന്ധം അതായിരിക്കണം. എനിക്ക് കർത്താവിൻ്റെ വാഗ്ദത്തം പ്രാപിക്കണം. സംസാരിക്കുന്ന മോശയ്ക്ക് എളുപ്പമായിരിക്കും. ചിലപ്പോൾ മോശയ്ക്കത് നമുക്കറിയാം, മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. എങ്കിലും മോശയ്ക്ക് ദൈവമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഒരു ബലമുണ്ട്, ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ യോശുവ പറയും, ഇതിൻ്റെ രണ്ടിനെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ താഴെയുമല്ല, മോശയ്ക്കൊപ്പം പർവ്വതത്തിലല്ല, ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എനിക്കൊരു ആഗ്രഹമാണ്, എനിക്ക് വാഗ്ദത്തം വേണം, കർത്താവുമായൊരു ബന്ധം വേണം. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഈ ദിവസങ്ങളിൽ വരാൻ വേണ്ടി. അതുകൊണ്ട് ദൈവം നമ്മളെല്ലാം കണക്ട് ചെയ്യുന്നതാണ്. കർത്താവ് സൗഖ്യമാക്കി നന്ദി പറയുന്നു. ഇനിയും പ്രാർത്ഥനകളിൽ ബലപ്പെടണം, വചനത്തിൽ ശക്തിപ്പെടണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകളെ അനുഗ്രഹിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒരു വാക്ക് ഇങ്ങനെ സിസ്റ്ററെ കേൾക്കുന്നത്, മകളെ പറ്റിയുള്ള ഇങ്ങനെ പറയണം, കുടുംബത്തിൻ്റെ അകത്തൊരു വാക്ക് ഞാൻ കേൾക്കുവാണ്. അവളെപ്പറ്റി പറഞ്ഞ ചില നെഗറ്റീവ് വാക്കുകളൊന്ന് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചോണം. അവളൊരു അനുഗ്രഹമാണെന്ന് ഈ ദിവസങ്ങളിൽ പറയാൻ തുടങ്ങണം. അവളെപ്പറ്റി പറഞ്ഞ നെഗറ്റീവ് എല്ലാ വാക്കുകളെയും, കുടുംബത്തിൻ്റെ അകത്ത് ഉയർന്നു വന്ന ചില വാക്കുകൾ സിസ്റ്റർ പറഞ്ഞ എനിക്കറിയത്തില്ല, കുടുംബത്തിൻ്റെ അകത്ത് അവളെപ്പറ്റി ഏതെങ്കിലും രീതിയിൽ അവൾ രക്ഷപ്പെടത്തില്ലെന്ന് വാഗൊണ്ട് പറഞ്ഞ, നമ്മൾ ദേഷ്യം കൊണ്ടായിരിക്കാം, സങ്കടം കൊണ്ടായിരിക്കാം, കുടുംബത്തിൽ ആരോ അത് പറഞ്ഞിട്ടുണ്ട്, അത് ക്യാൻസൽ ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവോട് പറയുന്ന അവർക്ക് വേണ്ടി വഴി ദൈവം തുറക്കും, നന്മ ദൈവം തുറക്കും. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കഴിഞ്ഞ കുറച്ചു മുമ്പ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ എനിക്ക് വന്ന് സിസ്റ്റർ പറഞ്ഞു 200ഓളം പേര് സ്വപ്നം കണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കാൻ, ഭൂമി കെട്ടിയിരിക്കുന്ന എല്ലാ സ്വർഗത്തിൽ അയക്കപ്പെടുന്നു. ആമേൻ. അത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചോണം. അങ്ങനെയുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചോണം. ബ്രേക്ക് ചെയ്തോണം. കർത്താവ് ഞാൻ എൻ്റെ വാഗൊണ്ട് പറഞ്ഞതെല്ലാം ക്യാൻസൽ ചെയ്യുന്നു പറയണം. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞു. എൻ്റെ മകൻ ദുബൈയിലായിരുന്നു, അവന്റെ ഫാമിലിയും ദുബൈയിലാണ്. അപ്പോൾ ഒരു 5 ദിവസം ഇവന്റെ ഒക്കെ 3 മാസം ആകാതെ ശമ്പളം കൊടുക്കത്തില്ല. അപ്പൊ ഇത് 1 വർഷം കൂടി കഴിഞ്ഞപ്പോൾ അവർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട്. അപ്പൊ ശമ്പളം ചോദിക്കുമ്പോൾ പറയും, നാളെ നീ അടുത്ത മാസത്തോട്ട് വരണ്ട. ഇങ്ങനെ പല പ്രാവശ്യം കൊണ്ട് പറഞ്ഞു. അപ്പം ഈ പ്രാവശ്യം അതുപോലെ ശമ്പളം പറഞ്ഞ് ഈ 1-ാം തൊട്ട് വരണ്ട എന്ന് പറഞ്ഞ്, ശരി ഇപ്പൊ പോകാതിരുന്ന്. അപ്പം ശമ്പളവും തീർത്തു കൊടുത്ത്, 3 മാസത്തേക്ക് കൊടുത്ത് പോകാതിരുന്ന്. അപ്പൊ ഞാൻ വലിയ വിഷമത്തിലായി. ഇനി ജോലിയില്ലാതെ മറ്റു ദേശത്ത് എങ്ങനെ ജീവിക്കുന്നൊരു പ്രയാസത്തിലായി. അപ്പൊ ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, എന്റെ ദൈവമോ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മഹത്വത്തോടെ എന്നുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇന്ന് അവനെ ഈ 5-ാമത്തെ ദിവസം ഇന്ന് അവൻ ജോലി കയറി, വേറൊരു കമ്പനി കയറി. അത് ഞാൻ കർത്താവിന്റെ കൃപകൊണ്ട് ഞാൻ എനിക്ക് അത്ര സഹിക്കാൻ ഒരു സന്തോഷത്തിൽ അങ്ങേക്ക് പറഞ്ഞത്. ആമേൻ. തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ്. സാധാരണഗതിയിൽ ജോലിയില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഒരു കീ ആണ്. നമ്മൾ ഈ വചനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായാൽ അതൊരു കീ, ഒരു ഡോറ് തുറക്കുന്നത് പോലെ നമുക്ക് ബ്ലെസ്സിങ്ങുകൾ തുറക്കാൻ പറ്റും. പ്രിയാൻ്റെ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ദുഃഖത്തോടെ ഇരിക്കേണ്ട, പക്ഷേ എൻ്റെ മകൻ്റെ ജോലി പോയല്ലോ, പക്ഷേ ആ സെക്കൻഡിൽ ഓർത്തെടുത്തൊരു വചനമുണ്ടല്ലോ. ആ വചനം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മോട്ടത്തോടെ തൻ്റെ ധനത്തോടെ ക്രിസ്തുവേശിയിൽ പൂർണ്ണമായി തീർത്തിട്ട് ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യവ. ആ വചനം അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ദൈവമോ, ഞാൻ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ നല്ലതാണ്, ഓൾ യുവർ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങളൊക്കെയും. അപ്പോൾ ഈ ദിവസങ്ങളിൽ മോൻ ആവശ്യം ജോലിയാണ്. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ജോലി തുറന്നു. ആമേൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുക, കീ ഇട്ട് തുറക്കുന്നത് പോലെ നന്മകളെ തുറക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ പുതുതായിട്ട് കേടുന്നോട് പറയും, നിങ്ങൾ യൂട്യൂബിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കാണണം. എങ്ങനെയാണ് ചോദിച്ചോട്ടെ, അത് ഏത് ഇത്തിരി സത്യവേദ പുസ്തകത്തിൽ എവിടെയാ അത് പറഞ്ഞിരിക്കുന്ന വചനം? എനിക്കും അത് ആവശ്യമുണ്ട്. സിസ്റ്റർ ആ വാക്യം എവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത്? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലാണ് ആ വാക്യം. 4:19 എടുത്ത്, എന്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മോട്ടത്തോടെ തന്റെ ധനത്തോടെ ക്രിസ്തുവേശു. വേറെ കാര്യം ശ്രദ്ധിച്ചോണം സിസ്റ്റർ, അതെങ്ങനെ ഒരു സെക്കൻഡ് അതെങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളത് യൂട്യൂബിൽ എനിക്കൊരു താഴെയുണ്ട്. വചനം എങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളത്. ചുമ്മാ വചനം പറയരുത്, ആ വചനവും നമ്മുടെ വിഷയവും തമ്മിൽ ചേർത്ത് വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെയാണ് നമ്മളുമായിട്ട് ആ വചനം കണക്റ്റഡ് ആകണം. ആ വചനത്തെ എൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അതെങ്ങനെയാണെന്നുള്ളത് യൂട്യൂബിൽ കിടപ്പുണ്ട്, അത് നോക്കിയിട്ട് വേണം വചനം പറയാം. അല്ലെങ്കിൽ നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ വചനം അതേപോലെ പറയരുത്. വചനത്തിൽ പല വചനത്തിലൊരു ഷേപ്പുണ്ട്. ആ ഷേപ്പുമായിട്ട് നമ്മൾ ചേരണം. അത് ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതൊന്ന് കണ്ടിട്ട് വേണം ആ വചനം ഏറ്റു പറയാൻ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാനിവിടെ റിക്രൂട്ട്മെന്റ് ആണ് ചെയ്യുന്നത് നേഴ്സസിന്റെ. അപ്പം അതിപ്പം ബ്ലോക്കായി നിൽക്കുവാണ്. അപ്പൊ അതിനേതാണ് വചനം പറയേണ്ടത്? മറ്റേ യെശയ്യാവ് 45 അതാണോ പറയണ്ടേ? ഏത് വാക്യം സിസ്റ്റർ? ഏത്? യെശയ്യാവ് 45
ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ മതി 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 അതും സിസ്റ്ററെ അതുകൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിന്റെ വചനമുണ്ട്. സിസ്റ്റർക്ക് ഞാൻ വചനം അയച്ചു തന്നിട്ടുണ്ടോ? ഒരു ഇല്ല, തന്നിട്ടില്ല. ഓക്കെ, എനിക്കൊരു മെസ്സേജ് അയക്കുക, ടൈപ്പ് ചെയ്തിട്ട് അയക്കാവുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്നാൽ കുഴപ്പമില്ല, അത് വന്നോളും കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്ത് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിന്റെ വചനമുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ മാറ്റുന്ന വചനമുണ്ട്. ആ വചനം അതിൻ്റെ അകത്തുണ്ട്. ആ വചനം കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 8:9 ആ വചനം ഏറ്റു പറഞ്ഞ് അതിൻ്റെ അകത്ത് ഞാനൊരു ബ്രാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതെങ്ങനെയാണ് പറയണം എന്നുള്ളത്. അത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോഴേക്കും ഈ 2 വചനങ്ങളും പറഞ്ഞു പ്രാർത്ഥിച്ചു. അല്ലല്ല, ഞാൻ 2 കൊരിന്ത്യർ 8:9 ആ അയച്ചു തന്ന വീഡിയോ. ഇതിൻ്റെ അകത്ത് എല്ലാ വചനവും ഉണ്ട്. എല്ലാ ഫിനാൻഷ്യൽ ബ്ലെസ്സിംഗ് ഉണ്ട്, തലമുറയ്ക്ക് എല്ലാ വചനവും അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. യൂട്യൂബിൽ കിടപ്പുണ്ട്, അതെങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കയറി വന്നവർ ശ്രദ്ധിച്ചോണം, അതും കൂടെ ഒന്ന് കാണണം. ഈ സൂം പ്രയർ മാത്രമല്ല, യൂട്യൂബിലെല്ലാം ഡീറ്റെയിൽ കിടപ്പുണ്ട്, അതെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നുള്ളത്. അത് കിടപ്പുള്ളത് കൊണ്ട് ഞാൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ വാക്കിംഗ് അത് നോക്കി സിസ്റ്റർ താട്ട് നോക്കിയാൽ അതിനകത്തെല്ലാം നമ്മുടെ എന്താ പറയുക ടൈറ്റിൽ കാണും, എല്ലാത്തിൻ്റെയും ടൈറ്റിൽ കാണും. എങ്ങനെയാണ് വചനം പറഞ്ഞിട്ട് എങ്ങനെ രോഗസൗഖ്യം എന്നുള്ളത്, എങ്ങനെയാണ് ബ്ലെസ്സിങ്, അതിന് ഓരോന്നും സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട് സിസ്റ്ററെ. അത് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി താഴോട്ട് കേട്ടോ. ഓക്കെ സിസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും വാട്സാപ്പിൽ വചനം വേണ്ട, എനിക്ക് വാട്സാപ്പിൽ അയച്ചാൽ മതി. ഈ സമയത്ത് സാക്ഷിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ സിസ്റ്റർ, അത് വരും സിസ്റ്റർ. ഞാനും ഇന്ന് ആദ്യമായിട്ട് കയറുവാണ്, യൂട്യൂബിൽ കണ്ടാണ് ഞാൻ കയറിയത്. പക്ഷെ ഞാൻ വാട്സപ്പിനകത്ത് എനിക്ക് പ്രാർത്ഥനാ വിഷയം ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പാസ്റ്റർ അത് കണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. സിസ്റ്റർ, അതിനറിയാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെ വീണ്ടും പറയുകയാണ്. പ്രയർ റിക്വസ്റ്റുകളും ഈ മെസ്സേജുകളും വന്ന് ഒത്തിരി കിടപ്പുണ്ട്. അപ്പോൾ ഞാനിത് റിപ്ലൈ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആകുന്നത്. അപ്പോൾ അത് വരും, അതിൻ്റെ വചനങ്ങൾ വരും, അതിൻ്റെ റിപ്ലൈ വരും കേട്ടോ. സീന സിസ്റ്റർ വചനം അയച്ചിട്ടുണ്ട്. ആ വചനം നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. ആ വാക്യം കാണാൻ പറ്റും. ഓക്കെ സിസ്റ്റർ, എല്ലാവരും പ്രയറൊക്കെ നമ്മൾ ലൈവിൽ പ്രാർത്ഥന മുഴുവനും നമ്മൾ വാട്സാപ്പിലാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നമുക്ക് കർത്താവിൻ്റെ വചനവും ദൈവം തരുന്ന ആലോചനകളും സാക്ഷ്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ കർത്താവ് എടുത്തു പറഞ്ഞാൽ മാത്രം അങ്ങനെ സ്പെഷ്യൽ പ്രാർത്ഥനയുള്ളൂ. അല്ലാതെ പ്രാർത്ഥിക്കുന്നത് വാട്സാപ്പിലാണ്. കാരണം വെച്ചാൽ ടൈം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇത്രയും ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സമയം തികയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സിസ്റ്റർ വാട്സാപ്പിലേക്ക് കണക്ട് ചെയ്യുക, ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ, റിപ്ലൈ കിട്ടും കേട്ടോ. ഓക്കെ, മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? നമ്മുടെ മീറ്റിംഗ് എല്ലാ ദിവസവും 9:30 ഹലോ എല്ലാ ദിവസവും നമുക്ക് ഇന്ത്യൻ സമയം 9 മണിക്കാണ്. 9 മണിക്കോ? സിസ്റ്റർ, ആ ലിങ്കിൻ്റെ അകത്തുണ്ട്. സിസ്റ്റർ ഒരു കാര്യം ചെയ്യണം, വാട്സാപ്പിലേക്ക് സിസ്റ്ററുടെ പേര് അയച്ചേക്കണം, ഞാനത് നമ്മൾ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തേക്കാം. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9:30 പക്ഷേ ആ സമയം ഒരു 2 മാസം കഴിയുമ്പോൾ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന രാജ്യത്ത് ടൈം ഡിഫറൻസ് വരുന്നതനുസരിച്ച് വ്യത്യാസം വരും. എന്തായാലും അരമണിക്കൂർ വ്യത്യാസം ചിലപ്പോൾ വരത്തുള്ളൂ. അപ്പം ടൈം വ്യത്യാസം വരും. ഇനി ചേഞ്ചുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും തുടർമാനമായിട്ട് പ്രാർത്ഥന നടക്കുന്നുണ്ട്. തിങ്കൾ മുതൽ ഞായർ വരെ പ്രയർ ഉണ്ട്. ഇനി എന്തെങ്കിലും വ്യത്യാസം, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ പ്രയർ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മെസ്സേജ് എല്ലാവർക്കും അയക്കും. അപ്പം നിങ്ങൾ വാട്സാപ്പിൽ എന്നെ കണക്റ്റ് ആയി നിൽക്കുക, മാറ്റങ്ങളുണ്ടെങ്കിൽ. അല്ലാതെ എല്ലാ ദിവസവും ഉണ്ട്. വാട്സ്ആപ്പ് നമ്പർ ഏതാ സിസ്റ്റർ? താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ 8111 ആണ്. എനിക്ക് അത് കിട്ടുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് +91 രജിസ്റ്റർ ആക്കണം. +91 കൂട്ടി സേവ് ചെയ്യണേ, എന്നാലേ കിട്ടത്തുള്ളൂ. +91 ചേർത്ത് സേവ് ചെയ്താൽ കിട്ടും. എന്തോ പറഞ്ഞു? വാട്സാപ്പില് പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ട് നമ്മൾ സൂമിൽ കയറിയാൽ മതിയോ? അല്ല സിസ്റ്റർ, വാട്സാപ്പിൽ ഞാൻ എന്തിനാന്ന് വെച്ചാൽ പ്രയർ ലിങ്ക് കിട്ടാൻ വേണ്ടിയാണ്. വാട്സാപ്പിൽ, യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണും. ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ കമൻറ്റിൻ്റെ അകത്ത് ഫസ്റ്റിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ട് ലിങ്കുകൾ. ആ ലിങ്ക് വഴി നമുക്ക് കയറാം. ആ ലിങ്ക് സേവ് ചെയ്തിട്ടാൽ മതി. എല്ലാ ദിവസവും സെയിം ലിങ്ക് തന്നെയാണ്. എന്തെങ്കിലും വ്യത്യാസം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ചേഞ്ച് വരത്തുള്ളൂ. അപ്പോൾ ആ സെയിം ലിങ്ക് തന്നെ ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് പാസ്കോഡും എല്ലാം കിടപ്പുണ്ട്. സൂമിൻ്റെ അതിൽ പങ്കുചേരാം കേട്ടോ. ഇനി ലിങ്ക് നേരിട്ട് എല്ലാ ദിവസവും വേണമെങ്കിൽ വാട്സാപ്പിലോട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പൊ സൂമിൽ കയറണ്ട, സൂമിലോട്ട് വരാൻ വേണ്ടിയാ. ഓക്കെ, മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദറെ പറഞ്ഞു.
ബ്രദറെ ഞാനും റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ പുത്രന്മാരുടെ പേരിൽ ഞാനും വളരെ വ്യാകുലമായിട്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങളാലും സിസ്റ്റർ എന്നറിയാം, ഞാൻ തുടക്കത്തിൽ അതിനുവേണ്ടി പറഞ്ഞ വീണ്ടും പറയുകയാണ്, മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ ഞാനത് എല്ലാവരുടെയും വന്ന് എടുത്തു. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഏകദേശം ഞാൻ നോക്കിയിട്ട് കുറേ കിടപ്പുണ്ട്. എനിക്ക് ഇപ്പം നമ്മൾ ഈ സൂമിൽ കാണുന്നത് മാത്രമല്ല, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഉള്ളവർ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം 2000-ഓളം ആൾക്കാർ അതിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു. മെസ്സേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത്രയും ആളുകൾ ഒരേപോലെ മെസ്സേജുകൾ അയക്കുന്നുണ്ട് അത് പലരും. അപ്പോൾ ഇതാണ് താമസം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മറുപടി വരും, എനിക്കത് നോക്കിയെടുക്കാൻ പറ്റി റിപ്ലൈ തരുന്ന താമസമാണ് കേട്ടോ. പ്രാർത്ഥിക്കുക കർത്താവ്, എൻ്റെ മറുപടിയേക്കാൾ വലുത് കർത്താവിൻ്റെ മറുപടിയാണ്. പ്രാർത്ഥിക്കുക കേട്ടോ. പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു പരിഹാസപുത്രിയായിട്ടോ ഇരിക്കുക. അപ്പം കർത്താവ് അതെല്ലാം മാറ്റും. മറ്റേ സാക്ഷിയുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആരെങ്കിലും ഉണ്ടോ? സഹോദരി പറഞ്ഞ് റിക്രൂട്ട്മെന്റ് നടത്തുന്നെന്ന് എനിക്ക് ഫോൺ നമ്പർ ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. ആ സഹോദരിയുടെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ തീർച്ചയായിട്ടും നമുക്ക് സിസ്റ്റർ ആരാന്ന് വെച്ചാൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആ സഹോദരി എനിക്കൊന്ന് കോൺടാക്ട് ചെയ്യണം. ഗീതാ സഹോദരിക്ക് വേണ്ടിയാണ് കേട്ടോ. എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ആ പറഞ്ഞ സഹോദരി കേട്ടോ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? വീഡിയോ തുറന്നു കിട്ടിയിട്ടില്ല, എനിക്കതറിയത്തില്ല. വെക്കുവാൻ കേട്ടില്ല. എനിക്ക് ഇത് തുറന്നു കിട്ടത്തില്ല, വീഡിയോ തുറന്നു കിട്ടത്തില്ല. ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ച അമ്മച്ചിയാണോ ഒന്ന്? ഞാൻ പറയുന്ന അവിടെ കേൾക്കത്തില്ല. ഒക്കെ അത് ഓഡിയോ എനിക്ക് വന്ന അമ്മ മെസ്സേജ് അയച്ചായിരുന്നു. അമ്മയ്ക്ക് 72 വയസ്സുണ്ട്, അമ്മയ്ക്ക് പ്രാർത്ഥനയ്ക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു. യൂട്യൂബിൽ എവിടെയോ കണ്ടതാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ്. അമ്മച്ചി തന്നെയല്ലേ? ഞാൻ അപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ അതെ. അപ്പോൾ പ്രാർത്ഥനയെ പങ്കുചേർന്നു. ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. വീഡിയോ ഇവിടെ ചിലപ്പോൾ ഓഫ് ആകുന്നതായിരിക്കും, ചിലപ്പം എന്തെങ്കിലും ലോക്ക് ആകുന്നതായിരിക്കും. ഒന്ന് കാണിച്ചാൽ മതി ആരുടെയെങ്കിലും. അല്ല, എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയുള്ളൂ, എനിക്കിതൊന്നും എടുക്കാൻ അറിയത്തില്ല. എന്നാലും അമ്മച്ചീൻ്റെ അത് കയറിയല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. കർത്താവിൻ്റെ കൃപയാൽ അതെല്ലാം ശരിയായിക്കോളും. ആ പ്രാർത്ഥനയിൽ വാട്സാപ്പിൽ വരുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ബാക്കി എല്ലാം റെഡി ആയിക്കോളും കേട്ടോ. എന്റെ വയറിന്റെ വലത്ത് ഭാഗത്ത് ഒരു വേദനയുണ്ട്. ഓക്കെ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ വാട്സാപ്പിൽ പ്രാർത്ഥനയൊക്കെ വാട്സാപ്പിലേക്ക് ഇപ്പം ഞാനൊന്ന് പ്രാർത്ഥിക്കാം. കൈ അവിടെ വെച്ചു, എന്നിട്ട് പറയണം, യേശുവിൻ്റെ മുറിവിൽ എനിക്ക് ആരോഗ്യമുണ്ട്, യേശുവിൻ്റെ മുറിവിൽ എനിക്ക് സൗഖ്യമുണ്ട്. യേശുവെ ഞങ്ങൾ ഒരുമിച്ചെന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുറിവിൽ ഇന്ന് സൗഖ്യമുള്ളതുകൊണ്ട് ആ ഉദരവേദന മാറും. അത് ഞങ്ങൾക്കുള്ളതല്ല, യേശു വഹിച്ചതാണ്, കർത്താവ് ഏറ്റെടുത്തതാണ്. ഇപ്പോൾ ഈ നിമിഷം തന്നെ സൗഖ്യം നടക്കട്ടെ. ഞങ്ങൾ ആ രോഗത്തിൻ്റെ മേൽ ജയത്തെ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യത്തിനുണ്ടോ? മറ്റാരുമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ പറഞ്ഞു. ലാസ്റ്റിൽ പറയുന്ന പ്രേയർ എന്തുവാ പറയുന്നത്, അതെന്തുവാണെന്നൊന്ന് പറയുവോ? സിസ്റ്റർ, അത് വിശ്വാസ പ്രഖ്യാപനമാണ്. വിശ്വാസ പ്രഖ്യാപനം എന്നുള്ളത് നമ്മൾ നമ്മുടെ വിഷയമായിട്ട് ചേർത്ത് സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, എങ്ങനെ വചനത്തെ ഉപയോഗിക്കുക എന്നുള്ള, എങ്ങനെ വചനം ഏറ്റു പറയാന്നുള്ളത് നമ്മുടെ യൂട്യൂബിൻ്റെ ഏറ്റവും താഴെ കിടപ്പുണ്ട്. എങ്ങനെ വചനം ഏറ്റു പറയാം, എങ്ങനെയാണ് വചനത്തെ ഉപയോഗിക്കേണ്ടതെന്നുള്ള കുറേ വചന സീരീസുകൾ കിടപ്പുണ്ട് നമ്മൾ പിന്നെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ വിശ്വാസ പ്രഖ്യാപനം എങ്ങനെ പറയണമെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂറുള്ള മെസ്സേജുകൾ അതല്ല, അത് കേട്ടിട്ട് അതെന്താ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഞാനിത് എപ്പോഴും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ ടൈം എടുക്കും. അതുകൊണ്ട് എല്ലാവരും ആ യൂട്യൂബിൽ കയറി അത് കാണുക, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരും ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നമുക്ക് ഒരുമിച്ച് ലൈവിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ലൈവിൽ എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ചൊന്ന് അനുഗ്രഹിച്ച കർത്താവ്, ഇന്ന് നമ്മൾ ഈ കൂടുന്നതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയ സമയത്ത് ഒത്തിരി ആളുകൾ അതിനകത്ത് കാണുന്നുണ്ട്. എങ്ങനെ വിളിച്ചാലും 1000 പേരിൽ മേളിൽ ആൾക്കാർ ഇത് കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ലൈവിൽ ജോയിൻ ചെയ്യുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ സൂമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ അവരെയൊക്കെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരെ യേശുവിൻ്റെ നാമത്തിൽ ഇത് കയറാൻ പറ്റാത്തവരുണ്ട്, ജോയിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. കർത്താവ് പിന്നീട് കാണുന്നവരുണ്ട്, സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കർത്താവ് അവരെ കയറ്റുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കൂട്ടായ്മ ആചരിക്കുക. ഞാൻ വീണ്ടും പറഞ്ഞ് കയറി ഇറങ്ങി പോകാൻ വേണ്ടി നിങ്ങൾ വരരുത്. വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, യേശുവിൽ എനിക്ക് സാക്ഷിയാണെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് കർത്താവ് തരും. കർത്താവുമായി നിങ്ങൾ കൂട്ടിമുട്ടും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഞാൻ അനുഗ്രഹിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്ന അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറയുന്നു. ബ്ലസ് ചെയ്യുന്നപ്പ, ബ്ലസ് ചെയ്യുന്ന യേശുവേ, അങ്ങ് തൊടുന്നതിന് നന്ദി. അങ്ങ്